ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. യേശുനാഥൻ നമ്മിൽ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും ആരോഗ്യത്തോടും ആയുസ്സോടും ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ വലിയ ഭാഗ്യകരമായ അവസരത്തെയും നിമിഷത്തെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ദൈവത്തിന് പാടി മഹത്വം കൊടുക്കുന്നത് എത്ര ഭാഗ്യകരമായ അനുഭവമാണ്. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരനെ. എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് കഴിഞ്ഞ പാട്ടുകൾ പാടി, അതുപോലെ തന്നെ ഈ പാട്ടും ചേർന്ന് കരങ്ങളടിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തിന് ആരാധന കൊടുക്കാം. ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അധ്യക്ഷവേദിയിൽ ഉപേക്ഷനായിരിക്കുന്ന സീനിയർ വികാരി ജനറൽ വെരി റവറൻഡ് മാത്യു ജോൺ അച്ഛൻ, ഇന്നത്തെ മുഖ്യ സന്ദേശം നമുക്ക് നൽകുന്നതായുള്ള റവറൻഡ് ഡോക്ടർ പി പി തോമസ് അച്ഛൻ, ഇന്നിവിടെ അധ്യക്ഷവേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഭദ്രാസനത്തിൻ്റെ ഭാരവാഹികളെ, സഭയുടെ ഭാരവാഹികളെ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഗായക സംഘ അംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദര സഹോദരികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വളരെ സന്തോഷത്തോടു കൂടിയാണ് നെറണം മാരാമൺ ഭദ്രാസന കൺവെൻഷൻ്റെ 14ാമത് സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത്. ഞാൻ 6 മണിക്ക് ഇവിടെ വന്നതായ അവസരത്തിൽ അല്പം ഒരാശങ്കയുണ്ടായിരുന്നു, ആവശ്യത്തിന് ആളുകളൊക്കെ വന്നു ചേരുമോ എന്നുള്ളത്. എന്നാൽ ആ അഭിപ്രായമല്ല എനിക്ക് മാറി. ഇപ്പോൾ എൻ്റെ അഭിപ്രായം ഇരിക്കാനിടയില്ല എന്നുള്ളതാണ്. ഓരോ ബെഞ്ചിലും 6 പേരെ ഇരുത്തുവാനായിട്ടൊന്ന് ശ്രമിച്ചാൽ കുറച്ചുകൂടെ ആളുകൾക്കൊക്കെ ഇരിക്കാം എന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. ആരും പുറത്ത് ആകുന്നതിനായിട്ട് ഇടയായിട്ട് തീരരുത്. അതുകൊണ്ട് കൺവെൻഷൻ്റെ വചന കേൾവിക്കായിട്ട് വന്നു ചേരുന്ന എല്ലാവരെയും നമുക്ക് ദേവാലയത്തിനുള്ളിൽ അക്കോമഡേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവട്ടെ. തൊട്ടടുത്തൊക്കെ ആളുകൾ ഇരുന്നാൽ തന്നെയും അത് നല്ലതാണ് എന്നുള്ള ചിന്തയോടുകൂടി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഏവരും താല്പര്യപ്പെടണം. ഈ വർഷത്തെ ഭദ്രാസന കൺവെൻഷൻ ഈ കുമ്മനാട് ശാലെ മാർത്തമ്മ ഇടവേൽ നടത്തുവാൻ തക്കവണ്ണം വികാരിയച്ഛനും ഇടവക ചുമതലക്കാരും ചെയ്ത എല്ലാ ക്രമീകരണങ്ങൾക്കും പ്രത്യേകമായി നെറണം മാരാമൺ ഭദ്രാസനത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ അവസരം ഞാൻ അറിയിക്കട്ടെ. ഏറെ വൈദിക ശ്രേഷ്ഠത ഇന്ന് സന്നിഹിതരാണ്. എല്ലാ ദിവസവും ഇതുപോലെ വരികയും നിങ്ങളുടെ ഇടവേലുള്ള ആളുകളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ഏറെ ആളുകൾ വന്ന് ചേരുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് താല്പര്യപ്പെടുകയും വേണം. കൂടുതൽ കസേരകളൊക്കെ എടുക്കണമെങ്കിൽ കൂടുതൽ കസേരകളൊക്കെ എടുക്കുന്നതിനും ഇടുന്നതിനും ഒക്കെ ഉള്ളതായ ക്രമീകരണം ഭാരവാഹികൾ തീർച്ചയായിട്ടും നിർവഹിക്കുന്നതാണ്. ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുന്നത് പി പി തോമസ് അച്ഛനാണ് എന്നത് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അതുകൊണ്ട് അധികം സമയമെടുക്കാതെ ഏതാനും ചില ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കിടുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നു. കുറിവാക്യമായിട്ട് വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. നമുക്കെല്ലാവർക്കും പരിചയമുള്ളതായിട്ടുള്ളൊരു വാക്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 30-ാമത്തെ വാക്യം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. 2026 വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകിയിരിക്കുന്നു. അതിലെല്ലാവരും നാം സന്തുഷ്ടരാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഞാൻ ചേർന്ന് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ദൈവം തമ്പുരാൻ നമ്മുടെ മധ്യയുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവെ നമ്മെ എല്ലാം ക്ഷണിക്കുകയാണ്. വരുവീൻ, എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നതായുള്ള കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് വേണം ഇന്ന് ഈ കൺവെൻഷൻ യോഗത്തിൽ വന്ന് നമുക്ക് ആരംഭം കുറിക്കുവാനായിട്ട്. ദൈവസാന്നിധ്യം നമ്മോട് കൂടി ഉണ്ട് എന്ന് പറയുന്ന അവസരത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് താതനായി, താതയായി, സഖിയായി എല്ലാം കൂടിയിരിക്കുന്നതായുള്ളൊരു കർത്താവിനെയാണ് സ്വർഗസ്ഥനായുള്ള പിതാവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചത്. ഒരു ചെറിയ കുഞ്ഞ് താഴെ വീണ് കരയുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് പതിയും. ആ കുഞ്ഞ് കരയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ കരഞ്ഞാൽ കേൾക്കുന്നതായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഒരു തെരുവിലുള്ളതായുള്ളൊരു കുഞ്ഞ്, തെരുവിൽ ജനിച്ച് വളരുന്നതായുള്ളൊരു കുഞ്ഞ് ആ തെരുവിലെ ബഹളത്തിനിടയിൽ കരയുകയില്ല. താഴെ വീണാൽ പോലും അവർ വഴക്കുണ്ടാക്കും, തമ്മിൽ തല്ലും, താഴെ വീഴുകയും ചെയ്യും. എന്നാൽ അവർ കരയുകയില്ല. കരയുന്നത് എന്നെ കരുതുന്നതായിട്ടുള്ള ഒരാൾ എന്നോട് കൂടി ഉണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അത് മറ്റാരുമല്ല, അമ്മയാണ്. അമ്മ ഉടനെ തന്നെ ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ തോളിലേക്കിട്ട് ഒന്ന് പാച്ച് ചെയ്ത് കഴിയുന്നതായിട്ടുള്ള അവസരത്തിൽ ആ കുഞ്ഞിൻ്റെ ഏങ്ങലടികളൊക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ടിടയാകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമ്മയുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ, അതിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സുമായിട്ട് ഒന്നാകുന്നതായിട്ടൊരവസരമാണ് ആ കുഞ്ഞിന് ആശ്വാസം ലഭിക്കുന്നതായിട്ടുള്ള അവസരം.
അമ്മയുടെ ഹാർട്ട് ബീറ്റ്സ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സുമായിട്ട് ഒന്നായി തീരുന്നതായിട്ടുള്ള അവസരത്തിൽ ആശ്വാസം ലഭിക്കുന്നതായിട്ടുള്ള അവസരമായിട്ട് തീരുകയാണ്. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന കർത്താവ് നമ്മെ ക്ഷണിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ വളരെ തിരക്കേറിയതായിട്ടുള്ള സമ്മർദ്ദം നിറഞ്ഞതായിട്ടുള്ള ജീവിതത്തെ തന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയാണ്, വരൂ, ശാന്തമാകൂ, എൻ്റെ കൂടെ ഒന്ന് അല്പനേരം ഇരിക്കൂ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം പകർന്നു തരാം എന്ന് പറയുകയാണ്. ഒരു പ്രവർത്തന രംഗത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എടുക്കുന്നതായുള്ള ശാന്തതയെക്കുറിച്ചില്ല. അതിന് പലപ്പോഴും നമ്മൾ സെലിബ്രേഷനൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇതിനിടയ്ക്കൊരു പോസ്, ഒരു ടൈം ഒന്ന് നിർത്തുന്നതിനായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച കർത്താവ് നൽകുന്നതായിട്ടുള്ളൊരു ശ്വാസം നമുക്ക് ഏറ്റുവാങ്ങുന്നതിനായിട്ട്, അങ്ങനെ ഒന്ന് ജീവിതം തന്നെ റിഫ്രഷായിട്ട് കുറച്ചുകൂടെ റെസ്റ്റോർഡായി റിന്യൂഡായി പുതിയ വർഷത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരുന്നൊരു സാഹചര്യത്തിൻ്റെ മധ്യത്തിലാണ് കർത്താവ് നമ്മെ എല്ലാം തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. ആർക്കും സമയമില്ല എന്ന് പറയുന്നതായൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്നിനും സമയമില്ല. ഏത് ചോദിച്ചാലും പറയും സമയമില്ല. എൻ്റെയും നിങ്ങളുടെയും എല്ലാം പല്ലവി അത് തന്നെയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് അറിയാവുന്നതായുള്ള ആളുകൾക്കും നമ്മളുടെ മുഖ്യമന്ത്രിക്കാണേലും പ്രധാനമന്ത്രിക്കാണേലും അമേരിക്കയിലെ മന്ത്രിക്കാണേലും എല്ലാം 24 മണിക്കൂർ മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് ജീവിതത്തിൽ നൽകുന്നതായുള്ള തിരക്കിൻ്റെ എല്ലാം മധ്യത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനായിട്ട് മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുത്ത് ഒന്ന് ശാന്തമായി അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനായിട്ട് ജീവിതത്തിലൊരു ശ്രമം ഉണ്ടാവണം എന്നതാണ്. നമ്മുടെ കൺവെൻഷൻ്റേതായുള്ള സാഹചര്യം അതിനെ സഹായമായിട്ട് തീരുന്നതായിട്ടുള്ള ഒന്നാണ്. ദൈവവചനത്തിന് മുമ്പിൽ നാം വന്ന് ഇരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവം നമ്മെ വിളിച്ച് തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നതായിട്ടുള്ളൊരു അവസരം മനസ്സിലാക്കുകയും ശാന്തമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെങ്കിലേക്ക് നോക്കി അനുഗ്രഹീതരാകുവാൻ ദൈവം നമ്മോട് പറയുകയും ചെയ്യുന്നതായുള്ളൊരു സാഹചര്യത്തിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യം വായിക്കുന്ന അവസരത്തിൽ കർത്താവ് ബഥാന്യയിലെ ഭവനത്തിൽ ചെല്ലുമ്പോൾ മാർത്തയും മറിയയും ഒക്കെ കർത്താവിനെ സ്വീകരിക്കുന്നതായിട്ടുള്ള കാഴ്ച അവിടെ കാണുന്നുണ്ട്. മാർത്ത വളരെയധികം കുഴഞ്ഞിട്ട് ഭർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നീ എന്താണ് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല, അവളോട് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ ആഹാര സാധനങ്ങളൊക്കെ നിനക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത്, അവൾ നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു, ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതായുള്ള സാഹചര്യമാണ് നമ്മുടെ കാണുന്നത്. ജീവിതത്തിൽ നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരണം. ഉദാത്തമായിട്ടുള്ള എന്താണ്, ഉത്കൃഷ്ടമായിട്ടുള്ള എന്താണ്, അത് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയാവണം. അത് ഗ്രഹിക്കുക എന്നതത്രേ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഇവിടെ ഇതാ കർത്താവ് നമുക്ക് ഒരു ക്ഷണം നൽകുന്നു, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ. വിജയികളായിട്ടുള്ള ആളുകൾ വരുന്നതിനായിട്ടല്ല പറയുന്നത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ വരുന്നതിനായിട്ടല്ല പറയുന്നത്, ക്ഷീണിതനായിട്ടുള്ള ആളുകളെയാണ് കർത്താവ് വിളിക്കുന്നത്. എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവെ പറഞ്ഞ് തൻ്റെ അടുത്തേക്ക് ചേർക്കുന്നതായുള്ള കർത്താവിനെ അത്രേ നമുക്ക് കാണാനായിട്ട് ഇടയാവുന്നത്. കർത്താവിൻ്റെ അടുത്തേക്ക് നാം ചേർന്ന് വരുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളുടെ ജീവിതത്തെ തന്നെ ഒന്ന് പുതുതായിട്ട് കാണുന്നതിനായിട്ടാണ്. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അത് കൈനീട്ടിയെടുക്കുവാൻ തക്കവണ്ണം നാം താല്പര്യപ്പെടുന്നുണ്ടോ, അത് സ്വായത്തമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നുണ്ടോ? അത് സാധ്യമാകണമെങ്കിൽ നമ്മെ ഈ ലോകമയമായിട്ടുള്ള എല്ലാ സമ്മർദ്ദങ്ങളിലും നമ്മെ വിടുവിക്കുവാനായിട്ടൊരു താല്പര്യം നമുക്കുണ്ടാവണം. ലോകത്തിൻ്റേതായുള്ള വഴികൾ, മനുഷ്യൻ്റേതായുള്ള വഴികൾ, അതിൻ്റെ പിന്നാലെ നാം ഓടുന്നതായുള്ള അവസരത്തിൽ തിരക്കാണ് ജീവിതത്തിൽ മുഴുവനായിട്ട്, സമ്മർദ്ദമാണ് കാണാനായിട്ട് ഇടയാവുന്നത്. എന്നാൽ ഒന്ന് ശാന്തമായിട്ട് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുവാൻ്റെ കാരണം കർത്താവെ ക്ഷണിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കർത്താവ് തന്നെ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. വലിയ തിരമാലകളൊക്കെ ഉയർന്നതായിട്ടുള്ള അവസരത്തിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നതായിട്ടുള്ള കർത്താവ്, എല്ലാവരും കിടന്നുറങ്ങുന്നതായിട്ടുള്ള അവസരത്തിൽ അത് രാവിലെ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് പോയി സമയം ചെലവഴിക്കുന്നതായിട്ടുള്ള പുത്രനെ, ഇതെല്ലാം കർത്താവിൽ നാം കാണുന്നതായിട്ടുള്ളതാണ്. എത്രയോ കലുഷിതമായുള്ള ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ഒന്ന് നിൽക്കുന്നതിനായിട്ട് ആവശ്യപ്പെടുകയും ഒന്ന് തൊടുവാൻ തക്കവണ്ണം കർത്താവ് ശ്രമിക്കുകയും അങ്ങനെ സൗഖ്യമാക്കുന്നതായുള്ള രംഗത്തേക്ക് നമ്മെല്ലാം നയിക്കുകയും ചെയ്യുന്ന കർത്താവിനെ അത്രേ കാണുവാനായിട്ട് ഇടയാവുന്നത്. കർത്താവ് നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിത രംഗത്ത് ആവശ്യപ്പെടുന്നത്
സഹിഷ്ണുതയും സൗമ്യതയുമാണ്. സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് തന്നെ തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ അവരെ ഭൂമിയെ കൈവശമാക്കും. ഈ ഭൂമിയെ കൈവശമാക്കുവാനായിട്ട് ഒരേ ഒരു വഴിയേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, സൗമ്യതയോടുകൂടി ജീവിക്കുക എന്നതേ കർത്താവ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ സൗമ്യതയോടുകൂടി ജീവിക്കുവാനായിട്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ നുകം ലഘുവാണ്. നീ അത് എടുത്താൽ മാത്രമേ, നിൻ്റെ ജീവിതത്തിൽ ഭാരമേറിയതായുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നത് എനിക്കറിയാം. അതിൽ നിന്നുള്ള ഒരു വിടുതലല്ല, പിന്നെ അതിനെ മൃദുവായിട്ടും ലഘുവായിട്ടും കാണുവാൻ എങ്ങനെ ജീവിതത്തിൽ സാധ്യമായിട്ട് തീരും എന്നത് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശാൽ എന്ന് പറയുന്നതായൊരു കുട്ടി ഒരു ഭവനത്തിൽ മാതാപിതാക്കൾക്ക് ജനിച്ചതായിട്ടുള്ള കുട്ടിയാണ്. അല്പം റിട്ടാർഡാണ്. അവൻ്റെ മാനസികമായിട്ടുള്ള വിഭ്രാന്തി ആ കുട്ടിയുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. ആ കുട്ടിയെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായി സ്കൂളിലേക്ക് വിടുകയാണ്. ആ സ്കൂളിൽ ട്രാൻസ്ഫറായി വരുന്നതായിട്ടുള്ള ഷീജ ഷിനു എന്ന് പറയുന്നതായിട്ടുള്ള ടീച്ചറെ ആ സ്കൂളിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് കടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തന്നെ ഈ വിശാലിനെ കാണുകയാണ്. വിശാലിനെ കാണുന്ന അവസരത്തിൽ വിശാലിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്നതായ കുട്ടികളെല്ലാം വളരെ വേഗത്തിൽ ഓടി അകത്തേക്ക് പോകുന്നതായുള്ള കാഴ്ചയാണ് കാണുന്നത്. ഈ ടീച്ചർ ചെന്ന വിശാലിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിയതായിട്ടുള്ള അവസരത്തിൽ വിശാലിനോട് ഷീജ ടീച്ചറെ ചോദിക്കുന്നുണ്ട്, നിനക്കെന്ത് പറ്റി? അത് പറഞ്ഞു, അവരെല്ലാം എന്നെ ഇട്ടിട്ട് പോയി, ഞാൻ ഒറ്റയ്ക്കായി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയമായുള്ള ജീവിത രംഗത്തെ ആരെയും ഒറ്റയ്ക്കാക്കരുത് എന്നത് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളൊരു പ്രമാണമാണ്. നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സഖ്യത്വം പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, സന്തോഷവും സമാധാനമൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നതായുള്ള അവസരത്തിൽ ഈ ടീച്ചർ പറയുകയാണ്, വാ നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ അവർ സ്കൂളിനകത്തേക്ക് പോവുകയാണ്. ഒരു ദിവസം ടീച്ചറിനെ സ്കൂളിൽ വരുന്നതിനായിട്ട് സാധിച്ചില്ല. സാധാരണ നീ എന്താ സ്കൂളിൽ വരാത്തതെന്ന് ചോദിക്കുന്ന ഒരു ടീച്ചറാണ്, കുട്ടി ചോദിക്കാറില്ല. എന്നാൽ കുട്ടിയാണ് ഈ ടീച്ചറിനെ വിളിച്ച് ചോദിക്കുന്നത്, ടീച്ചറെ എന്താ ഇന്ന് വരാഞ്ഞത്? അത്രയ്ക്ക് അവർ തമ്മിലുള്ളതായ ഹൃദയാടുപ്പം ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ടീച്ചറെ ഒരു ക്ലാസ്സിൽ ഒരു ദിവസം വന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ചോദിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ടൊരു കുട്ടിയായിട്ട് വിശാലം മാറുകയാണ് ചെയ്യുന്നത്. ഷീജ ടീച്ചർ മുഖാന്തരമായിട്ട് ഈ കുട്ടി വിശാലെ സ്കൂളിനെ ഇഷ്ടപ്പെടുകയാണ്, താൻ പഠിക്കുന്നതായുള്ള പാഠങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, തൻ്റെ കൂടെയുള്ളതായിട്ട് സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുകയാണ്. തന്നോടുള്ള ജീവിത സാഹചര്യത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാറ്റെയും ഇഷ്ടപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ഈ ഷീജ ടീച്ചറാണ് എന്നാണ് പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം. അപ്രകാരം ഈ കുട്ടി ഈ ടീച്ചറെയൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നാളെ വരാം തീർച്ചയായിട്ടും. അങ്ങനെ നാളെ വന്നതായിട്ടുള്ള അവസരത്തിൽ, അടുത്ത ദിവസം വന്നതായിട്ടുള്ള അവസരത്തിൽ ഷീജ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എന്താ വരാഞ്ഞത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് നല്ല തലവേദനയായിരുന്നു, എനിക്ക് വരാനായിട്ട് സാധിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വരാതിരുന്നതാണ്. അടുത്ത ദിവസം അവൻ വരുന്നതായിട്ടുള്ള അവസരത്തിൽ അല്പം മരുന്നുമായിട്ടാണ് വരുന്നത്. ടീച്ചറെ മരുന്ന് വേണോ? തലവേദന ഉണ്ടെങ്കിൽ ഞാൻ പുരട്ടിത്തരാം, ഇത് മാറണമല്ലോ എന്ന് പറഞ്ഞ് അതിനുമായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള മകൻ വിശാൽ എന്ന് പറയുന്നതായിട്ടുള്ള കുട്ടി. പിന്നത്തെ ദിവസം അവൻ വരുന്നതായിട്ടുള്ള അവസരത്തിൽ പറയണേ, ടീച്ചറെ വേണമെങ്കിൽ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാം, എൻ്റെ കയ്യിൽ കുറച്ച് രൂപയൊക്കെ ഉണ്ട്, ടീച്ചറിന് വേണ്ടി ചിലവാക്കാൻ കൊണ്ടുവന്നാണ്. നീ എന്തിനാ രൂപമായിട്ട് വന്നത്? ടീച്ചറിന് ഡോക്ടറെ കാണേണ്ടി വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, അതിനുവേണ്ടി പണം കൊണ്ടുവന്നതാണ് എന്ന് പറയാണ്. സ്നേഹവും കരുതലും എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഇല്ലാത്തൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്, യാതൊരു സംശയമില്ല. എന്നാൽ എവിടെയാണ് ലഭിക്കുന്നത്? അത് നമ്മിൽ ആരംഭിക്കേണ്ടത് ആവശ്യമാണ്. 2024 നമ്മെ പ്രവേശിപ്പിക്കുവാൻ മനസ്സ് വെച്ചിരിക്കുന്നതായുള്ള ദൈവം തമ്പുരാൻ കർത്താവെ നമ്മോട് പറയാണ്, വരൂ, ശാന്തമായിട്ടൊന്ന് ഇരുന്ന് ജീവിതത്തൊന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് പുതുതായിട്ട് അതിനെ കണ്ടേ, ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചകൾ എന്ത് എന്ന് മനസ്സിലാക്കി അത് ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം താല്പര്യമുള്ളവരായിട്ട് തീരുക എന്നതത്ര ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഈ 26-ാം വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മളുടെ കൺവെൻഷൻ്റെ 14ാമത് സെഷനിലേക്ക് നാം പ്രവേശിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കർത്താവിനോട് ഒന്നിച്ച് നടന്ന് നീങ്ങുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അവൻ്റെ കരങ്ങളിൽ ദൈവം നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, നിനക്ക് വേണ്ടി നിന്നോടൊന്നിച്ച് നിന്നെ അനുഗമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ആയിട്ട് തീരട്ടെ. ഈ വർഷത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസകളോടും കൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിട്ടുള്ള ദൈവമേ, നിന്നിൽ നിന്ന് ലഭിക്കുന്ന നന്മകളെ ഓർത്ത് നിന്നെ സ്തുതിപ്പാനും
ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിന് ശേഷമായി സ്തോത്ര കാഴ്ചകളെ സമർപ്പിപ്പാനും നൽകിത്തരുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. എന്നെ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകളെയും അവയെ സമർപ്പിച്ചിരിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും വചന കേൾവിക്കായിട്ട് ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. വചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെയും കേൾക്കുന്നതായുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ആവശ്യമായ നന്മകൾ ഉയർന്നു നൽകി ഞങ്ങളെ ധന്യരാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്ദ്യനായ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, എൻ്റെ സഹപാഠിയും മാർത്തോമാ സഭയുടെ സീനിയർ വികാരി ജനറാളുമായ വന്യനായ മാത്യു ജോൺ ഉൾപ്പെടെയുള്ള വന്യ വികാരി ജനറാൾ അച്ഛന്മാരെ, എൻ്റെ സഹോദരങ്ങളായ പട്ടത്ത് സമൂഹമേ, സഭയുടെ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ, ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി അച്ഛൻ മാത്യു അച്ഛൻ, ട്രസ്റ്റി അനീഷ്, ഗായക സംഘ അംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദൈവജനമേ, അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിൽ വന്ന് പങ്കെടുക്കുന്നതിനും നിങ്ങളോട് ദൈവവചനം ഘോഷിക്കുന്നതിനും വലിയവനായ ദൈവം എനിക്ക് തന്ന സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. എന്നെ ഈ ചുമതല ഫലമേൽപ്പിച്ച അഭിവന്ദ്യ മെത്രാപ്പോലീത്ത തിരുമേനിയോടും ഭദ്രാസന ചുമതലക്കാരോടും എൻ്റെ കടപ്പാടും നന്ദിയും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അഭിവന്ദ്യ തിരുമേനി ശുശ്രൂഷാ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് തന്ന പ്രോത്സാഹനത്തിന് ഞാൻ അങ്ങയോട് വിനീതമായി കടപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരുന്നപ്പോൾ ചുങ്കത്തറ മാർത്തോമാ കൺവെൻഷനിലും, മുംബൈ ഭദ്രാസനത്തിന് ചുമതലയിലായിരുന്നപ്പോൾ മുംബൈ ഭദ്രാസനത്തിലും കൺവെൻഷനിൽ ദൈവവചനം പങ്കിടുന്നതിന് മറ്റ് പല വേദികളിലും പ്രസംഗിക്കുന്നതിന് അവസരം തന്നതിലും ഞാൻ നന്ദിയോടെ ഓർക്കുകയും തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ 2026 വാർഷിക കൺവെൻഷനിൽ പ്രാരംഭ രാത്രിയിൽ ദൈവവചനം നിങ്ങളുമായി പങ്കിടുവാൻ വിനീതനായ ഞാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കുണ്ടാവണം എന്ന് പ്രത്യേകമായി ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാനത്തിൻ്റെ കുറിവാക്യമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 26-27 വാക്യങ്ങൾ കൂടെ വായിക്കുന്നു. ലൂക്കോസ് 17, 26, 27 വാക്യങ്ങൾ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ദൈവരാജ്യം എപ്പോൾ വരും എന്ന പരീശന്മാരുടെ ഒരു ചോദ്യത്തെ തുടർന്ന് യേശു താൻ വായിച്ചു വളർന്ന തൻ്റെ വേദപുസ്തകമായ ടനാക്കിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പഴയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് ഇവ. വിശുദ്ധ മത്തായി ഇത് രേഖപ്പെടുത്തുമ്പോൾ ഒരു വാചകം കൂടെ അവിടെ ചേർത്തിട്ടുണ്ട്. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. പീപ്പിൾ ഡിഡ് നോട്ട് റിയലൈസ്, ദേ വെയർ അൺഅവെയർ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ,
അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിരണം മാരാമൺ ഭദ്രാസനത്തിൻ്റെ 2026 വാർഷിക കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ദൈവം അനുവദിച്ചു തന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. അഭിമന്യ തിരുമേനിക്കായി, വന്യ വൈദികർക്കായി, ചുമതലക്കാർക്കായി, ഗായക സംഘത്തിനായി, വന്നു ചേർന്ന ജനത്തിനായി അങ്ങേക്ക് സ്തുതി. ദൈവമേ, നിന്റെ സന്നിധിയിലായിരിക്കുന്ന ജനത്തോട് അവിടുന്ന് സംസാരിക്കണമേ. ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണമേ. നിന്റെ ജനത്തോട് ഈ വചനം പറയുവാനാശയ പ്രാപ്തി തരണമേ. ആദിയോടെന്തും നിന്റെ ആത്മാവിൽ ഞങ്ങളെ ഭരിക്കണമേ. യേശുവിൻ്റെ ധന്യനാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. 2026 നിരണം മാരാമൺ ഭദ്രാസന കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാം. കർത്താവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് നാം ബോധമുള്ളവരാണോ? എങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് അറിയാം? എന്തെങ്കിലും അറിയാമെങ്കിൽ നാം അതിനുവേണ്ടി എന്ത് ക്രമീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത്? കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ സഭയിൽ പലതരം വിശ്വാസികളുണ്ട്. കഴിഞ്ഞ 39 വർഷം ഈ സഭയിൽ വൈദികനായും എൻ്റെ പഠനകാലവും ചേർത്താൽ ഏതാണ്ട് 40-ലധികം വർഷം ഈ സഭയെ അടുത്തറിഞ്ഞ ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ നമ്മുടെ സഭയിൽ 3 തരം ആളുകളെ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കൂട്ടരെ നമുക്ക് ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് വിളിക്കാം. എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകുന്ന ഒരു കൂട്ടം ആളുകൾ. രണ്ടാമത്തെ ആളുകളെ നമുക്ക് വേണേൽ പാസീവ് മെമ്പേഴ്സ് എന്ന് വിളിക്കാം. പൊത്തുവരുത്തക്കാരായ ഒരു കൂട്ടം വിശ്വാസികൾ. മൂന്നാമത് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സഭയിലുള്ളത് ഇൻഡിഫറൻറ്റ് മെമ്പേഴ്സാണ്. ഇൻഡിഫറൻസ് എന്ന വാക്കിന് നിസ്സംഗത എന്നതാണല്ലോ അർത്ഥം. ഉദാസീനർ, ശ്രദ്ധയില്ലാത്തവർ എന്നൊക്കെ ഈ കൂട്ടരെ നമുക്ക് വിളിക്കാം. ദൈവവും ദൈവവചനവും അക്കൂട്ടർക്ക് ഒരു വിഷയമേ അല്ല. ഈ കൂട്ടരാണ് ഒന്നുമറിയാതെ അൺഅവെയറായി ജീവിക്കുന്നത്. അവർ ഒന്നും ഗൗനിക്കാതെ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോരുന്നവരാണ്. സ്റ്റീഫൻ വില്യം ഹോക്കിൻസ് 2018 തൻ്റെ 76-ാമത്തെ വയസ്സിൽ നിര്യാതനായ വിശ്വവിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞനാണ്. 21-ാമത്തെ വയസ്സിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന അത്യപൂർവ രോഗം ബാധിച്ച് ഗ്രാജുവലി പാരലൈസ്ഡായി കമ്പ്യൂട്ടർ നിയന്ത്രിതമായ ഒരു ചക്ര കസേരയിലിരുന്ന് തലച്ചോർ മാത്രം പ്രവർത്തിച്ച് ഏതാണ്ട് 50-ലധികം വർഷം ജീവിച്ചിരുന്ന ഒരു മഹാത്ഭുതം. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ലോകം ശ്രദ്ധയോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. 2017 അതായത് അദ്ദേഹം മരിക്കുന്നതിന് 1 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഭൂമിയിൽ ഇനി മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ വെറും 100 വർഷങ്ങൾ മാത്രമാണ് എന്നാണ്. ഈ ഭൂമിക്ക് 100 വർഷത്തിലധികം ആയുസ്സില്ല എന്ന് നാസ പോലെയുള്ള ഗവേഷണ കേന്ദ്രങ്ങളും വിവിധ മേഖലയിലുള്ള പണ്ഡിതന്മാരും ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് we are living in the last hour of the last days. നാം ഇപ്പോൾ ജീവിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറിലാണ്. അതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിച്ചു തുടങ്ങിയത്. കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് നാം ബോധമുള്ളവരാണോ? പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്ന കാര്യങ്ങൾ
ഈ നാളുകളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് സാക്ഷികളാണ് നമ്മൾ. കർത്താവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് കർത്താവ് പറയുന്ന അതിപ്രധാനമായ ചില വസ്തുതകളാണ് നാം ഇന്ന് വായിച്ച് കേട്ടത്. കർത്താവ് പറയുന്നു, നോഹയുടെ കാലം പുനർജനിക്കുമ്പോൾ തൻ്റെ വീണ്ടും വരവ് സംഭവിക്കും എന്ന്. ആ കാലഘട്ടത്തെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന സൂചനകളുടെ പശ്ചാത്തലത്തിൽ ഒരു ധ്യാനത്തിന് ഒരുങ്ങുകയാണ് നാം ഈ രാത്രി. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം, ബൈബിൾ പ്രോഫസീസ് ആർ നോട്ട് ടു സ്കെയർ us but to challenge us to be prepared. വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതിനല്ല, ഒരുങ്ങുന്നതിനായി പ്രേരിപ്പിക്കുന്നതിനാണ്. അങ്ങനെയെങ്കിൽ നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് ഞാൻ എൻ്റെ ധ്യാന പരിസരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വേദഭാഗങ്ങളെ 3 ഭാഗങ്ങളായി തിരിച്ച് നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചുവെന്നും ഇന്ന് നാം ജീവിക്കുന്ന കാലത്ത് അന്ന് കടന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും അതുകൊണ്ട് കർത്താവിൻ്റെ മടങ്ങിവരവ് അതിസമീപമാണ് എന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ഇന്നത്തെ ശുശ്രൂഷയുടെ ഉദ്ദേശം. നമുക്ക് ആ നാളുകളിലേക്ക് സൂക്ഷ്മമായി നോക്കാം. 1. Those days were characterized by unusual progress and prosperity. അനിതര സാധാരണമായ പുരോഗതിയുടെയും സമൃദ്ധിയുടെയും നാളുകളായിരുന്നു നോഹയുടെ കാലം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ ലാമക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ആദായുടെയും മകൻ യാബാലിനെ കുറിച്ച് പറയുന്നു. നമ്മളാരും സാധാരണ വായിക്കുന്ന വേദഭാഗമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ വാക്യങ്ങളും കൃത്യമായി വായിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു എന്നാണ്. അലഞ്ഞു തിരിയലിൽ നിന്ന് കൂടാരവാസത്തിലേക്കുള്ള മനുഷ്യ സംസ്കൃതിയുടെ പുരോഗതിയാണ് നാം അവിടെ വായിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നവർ കൂടാരവാസികളാകുന്നു. ഫ്രം വണ്ടറിങ് ടു സെറ്റിൽമെന്റ്. രണ്ടാമത് പറയുന്നു, വേട്ട തേടലിൽ നിന്ന് മൃഗപരിപാലനത്തിലേക്ക് അവർ പശുപാലകന്മാർക്ക് പിതാവായി എന്നാണ്. വേട്ട തേടി നടന്നവർ പശുപാലകരാകുന്നു. ഫ്രം ഹണ്ടിങ് ടു ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. മനുഷ്യ സംസ്കൃതിയിലുണ്ടായ ഒരു കുതിച്ചുചാട്ടത്തെക്കുറിച്ചാണ് വേദപുസ്തകം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിത രീതിയിൽ പെട്ടെന്നുണ്ടായ ഒരു പുരോഗതി, പ്രോഗ്രസ് ഇൻ ലൈഫ് സ്റ്റൈൽ, എ പീരിയഡ് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ ലാമക്കിൻ്റെ മറ്റൊരു ഭാര്യ സില്ലയുടെ മകൻ തൂബൽ കൈനെ കുറിച്ച് പറയുന്നു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായിരുന്നു. മൃഗപരിപാലനത്തിൽ നിന്ന് വ്യവസായത്തിലേക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രോഗ്രസ് ഇൻ ഹ്യൂമൻ ലൈഫ്, എ പീരിയഡ് ഓഫ് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സ്. 4-ാം അധ്യായം 17-ാം വാക്യം, കയീൻ ഒരു പട്ടണം പണിതു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് സിറ്റീസ്, എ പീരിയഡ് ഓഫ് ആർക്കിടെക്ചറൽ ആൻഡ് എൻജിനീയറിംഗ് അഡ്വാൻസ്മെൻറ്റ്സ്. കൂടാതെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന നോഹയുടെ പെട്ടക നിർമ്മാണം ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് എൻജിനീയറിംഗ് അഡ്വാൻസ്മെൻറ്റിൻ്റെ മകുടോദാഹരണമാണ്. പുരാതന മനുഷ്യ സംസ്കൃതിയുടെ അവസ്ഥാന്തരങ്ങളെ അതിമനോഹരമായി വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. കർത്താവ് പറയുന്നു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. ടെക്നോളജിക്കൽ, സയൻറ്റിഫിക് ആൻഡ് എൻജിനീയറിംഗ് അഡ്വാൻസ്മെൻറ്റ്സും
അവ മൂലമുണ്ടായ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിൽ, അതായത് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 1/4 നൂറ്റാണ്ടിനിടയിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായ ഇത്തരം കുതിച്ചുചാട്ടങ്ങൾ ആധുനിക സമൂഹത്തെ തികച്ചും കോംപ്ലിക്കേറ്റഡായ ഒരു സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. പുരോഗതി എന്ന് സമൂഹം വിശേഷിപ്പിക്കുന്നത് മിക്കതും തന്നെ മനുഷ്യവർഗത്തെ അധോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവയൊക്കെ നാം അറിയാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണിക്കുകയോ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നതാണ് സത്യം. അവർ അറിഞ്ഞതുമില്ല എന്ന മത്തായിയുടെ വാക്കുകളുടെ പ്രസക്തി ഇവിടെയാണ്. ഇൻഡിഫറൻ്റായി പോയ ഒരു സമൂഹം, നിസ്സംഗരായി പോയ ഒരു സമൂഹം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ചില മേഖലകളിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. നമ്മൾ അറിയാതെ നിസ്സംഗരായി, ഇൻഡിഫറൻ്റായി, ഇതിൻ്റെ എല്ലാം കാഴ്ചക്കാരായും അനുഭവക്കാരായും ജീവിക്കുന്നവരാണ്. നോഹയുടെ കാലത്തിന് പുനർജന്മമുണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ വാക്കുകൾ ഇന്ന് കൃത്യമായി നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ ഭക്ഷണ രീതി വല്ലാതെ മാറിപ്പോയി. ഈ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിൽ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലുണ്ടായ കുതിച്ചുചാട്ടം, മാറ്റം അനിതര സാധാരണമായ മാറ്റമാണ്. കഴിക്കുന്ന ഭക്ഷണം ഒരാളിൻ്റെ സ്വഭാവത്തെ ബാധിക്കും. ഭക്ഷണം ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും കാർഷിക വിദഗ്ധന്മാരും ഒക്കെ പറയാറുണ്ടല്ലോ, ഒരു ദേശത്ത് പാർക്കുന്നവർക്ക് കഴിക്കേണ്ട ഭക്ഷണം മാത്രമേ അവിടെ വിളയൂ എന്നാണ്. ദൈവം അങ്ങനെയാണ് പ്രപഞ്ചത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് പ്രകൃതിയോടിണങ്ങിയ ഭക്ഷണ രീതിയും ജീവിത രീതിയും ശീലിച്ച മുൻ തലമുറയേക്കാൾ കീടനാശിനികളുടെ അമിത ഉപയോഗം കാരണം വിഷലിപ്തമായവയും ജനിതക മാറ്റം വരുത്തിയ വിളകളും സാധന സാമഗ്രികളും ഉപയോഗിച്ച് രോഗാതുരമായി പോയ ഒരു സമൂഹമാണ് നമ്മുടേത്. നാം അത് അറിഞ്ഞതുമില്ല. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തിൽ പ്രധാന സ്ഥാനം കൈയടക്കിയ ഒരു വിഭാഗത്തെ നാം തന്നെ വിളിക്കുന്നത് ജങ്ക് ഫുഡ് എന്നാണ്. മനുഷ്യൻ്റെ ഭക്ഷണശീലങ്ങൾ ഒരുപാട് മാറിപ്പോയി. ലോകപ്രശസ്തനായ ഒരു ഷെഫ് ആധുനിക ഭക്ഷണശീലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ നാടിൻ്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ വിദേശ ഭക്ഷണം വാരി വലിച്ചു തിന്ന് ഇന്ന് എത്രയും വേഗം പരലോകം പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ്. അമിതമായ ഭക്ഷണവും അരുതാത്ത ഭക്ഷണശീലങ്ങളും ഒരു ജനതയെ മുഴുവൻ രോഗാതുരമാക്കി കളഞ്ഞു എന്നതാണ് പരമാർത്ഥം. നമുക്ക് സംഭവിച്ചത് എന്താണ് എന്ന് എൻ്റെ ഒരു ചെറിയ അനുഭവത്തിലൂടെ ഞാൻ പറയാം. ഞാനൊരിക്കൽ ദുബായ് എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റാണ് എന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ പതിവായി ഇത്തരം സമയങ്ങളിൽ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാർബക്സിൻ്റെ കോഫി ഷോപ്പിലേക്ക് ഞാൻ പോയി. കാപ്പിച്ചിനോ കുടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അവിടെ ചെന്നൊരു കോഫി ഓർഡർ ചെയ്തപ്പോൾ അവിടെ നിന്ന ആ സെയിൽസ് ഗേൾ എന്നോട് പറഞ്ഞു, ഇന്നൊരു പ്രത്യേക ഓഫറുണ്ട്, ഇന്ന് സെൽഫി ചീനോ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ. ഞാൻ ചോദിച്ചു അതെന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, 1 ദിർഹം അഡീഷണലായിട്ട് തരാമെങ്കിൽ നിങ്ങൾക്ക് തരുന്ന കോഫി മഗ്ഗിൻ്റെ പുറത്ത് നിങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ച് തരും എന്ന് പറഞ്ഞു. അതിനാണ് സെൽഫി ചീനോ എന്ന് പറയുന്നത്. കാപ്പിച്ചീനോയ്ക്ക് പകരം സെൽഫി ചീനോ. അത്ഭുതം തോന്നി, കൗതുകം തോന്നി. 1 ദിർഹം അഡീഷണൽ കൊടുത്താൽ കാപ്പി കിട്ടുമല്ലോ. സന്തോഷത്തോടെ ഞാൻ കോഫി ഓർഡർ ചെയ്തു. കോഫി അതിലൂടെ വരുന്നത് കണ്ടു നിന്നപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ കോഫി മെഷീൻ്റെ അടുത്തേക്ക് മുഖം ചേർത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് മുഖം ചേർത്ത് വെച്ചു. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കോഫി മഗ്ഗിൻ്റെ പുറത്ത് ഞാൻ തന്നെ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയിരിക്കുന്നു. ഇതിനേക്കാൾ അത്ഭുതകരമായി ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ആ കോഫിയും വാങ്ങിച്ചുകൊണ്ട് അടുത്ത ടേബിളിൽ പോയിരുന്നു. കുറേ നേരം ഈ കോഫി മഗ്ഗിൻ്റെ പുറത്തുള്ള എന്നെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ഞാൻ അവിടെ ഇരുന്നു. 2-3 മിനിറ്റൊക്കെ എനിക്ക് കാപ്പി കുടിക്കാൻ തോന്നിയില്ല. പക്ഷേ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കോഫി മഗ്ഗിൻ്റെ മുഖത്തുണ്ടായിരുന്ന എൻ്റെ മുഖം പതുക്കെ വികൃതമാകാൻ തുടങ്ങി. അതിനുണ്ടായിരുന്ന പത മാറി
കുമിളകൾ പൊട്ടി എൻ്റെ മുഖം പതുക്കെ 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 വികൃതമാകാൻ തുടങ്ങി. അധികം വികൃതമാകുന്നതിന് മുമ്പ് കോപ്പി കുടിപ്പിക്കാം എന്ന് വിചാരിച്ച് ഞാൻ കോഫി എടുത്ത് കുടിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ തന്നെ വിഴുങ്ങിപ്പോയല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ആധുനിക കാല ഭക്ഷണശീലങ്ങൾ നാം നമ്മെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്ന കാര്യം മറക്കരുത്. ഇതിനെയൊക്കെ പുരോഗതി എന്ന് നാം വിളിക്കുന്നുവെങ്കിൽ ഓർക്കുക, അധോഗതിയുടെ കാലമാണ്. കർത്താവ് വരാൻ സമയമായി എന്നതിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. ആർ യു അവെയർ ഓഫ് ഇറ്റ്? 2, മനുഷ്യൻ്റെ വസ്ത്രധാരണ രീതി മാറിപ്പോയി. മനുഷ്യൻ്റെ വസ്ത്രധാരണ രീതിയിലുണ്ടായ മാറ്റം എത്ര മ്ലേച്ഛമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. നാം ഭക്ഷണം കഴിക്കുന്നത് അവനവന് വേണ്ടിയും വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുമാണ്. ആദി മാതാപിതാക്കൾ അരുതാത്തത് ചെയ്ത് തങ്ങൾ നഗ്നരായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പുതുതലമുറയുടെ വസ്ത്രധാരണം, പ്രത്യേകിച്ച് സ്ത്രീകളുടേത്, കാണുന്നവരുടെ മനസ്സിൽ അയ്യേ എന്ന് തോന്നിക്കുന്ന വിധമായി പോയി എന്നത് എത്രയോ സങ്കടകരമായ കാര്യമാണ്. അഭിമാനബോധമുണ്ടായിരുന്ന കേരളത്തിലെ സ്ത്രീകൾ ആദ്യമായി സമരം ചെയ്തത് തങ്ങളുടെ മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു എന്നത് മറക്കരുത് നമ്മൾ. ഇന്ന് തങ്ങളുടെ ശരീരം എത്രത്തോളം എക്സ്പോസ് ചെയ്യാമെന്ന് മത്സരിക്കുന്ന സ്ത്രീ സമൂഹത്തോട് എനിക്കിന്ന് വിളിച്ചു പറയാനുള്ളത്, മ്ലേച്ഛതയിൽ അഭിരമിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, യു ആർ ലിവിങ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. 3, മനുഷ്യൻ്റെ പാർപ്പിട രീതി മാറിപ്പോയി. ഗ്രാമീണ സംസ്കൃതിയിൽ നിന്ന് പട്ടണ സംസ്കൃതിയിലേക്കുള്ള വളർച്ച. ഇപ്പോഴത്തെ വീടുകളുടെയൊക്കെ വില കേട്ടാൽ സ്തംഭിച്ചു പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത വായിച്ചു. ഡൽഹിയിൽ അനുഷ്ക സിംഗ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു വീട് വാങ്ങിച്ചു 477 കോടി രൂപയ്ക്ക്. എനിക്കത് കണക്ക് കൂട്ടാൻ വയ്യാതെ വന്നപ്പോൾ, അത്ഭുതം തോന്നിയപ്പോൾ ഞാൻ പതിയെ ഒരു ഗൂഗിൾ സെർച്ച് നടത്തി നോക്കി ഇപ്പോഴത്തെ വീടിൻ്റെ വിലകളെക്കുറിച്ച്. ഞാൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ വർഷം അവളുടെ ചിറ്റമ്മ അതേ സ്ട്രീറ്റിൽ ഒരു വീട് വാങ്ങിച്ചത് 435 കോടി രൂപയ്ക്കാണ്. പിന്നീട് ഞാൻ കുറേ കൂടെ അന്വേഷിച്ചപ്പോഴാണ് നമുക്കൊക്കെ അറിയാവുന്ന രത്തൻ ടാറ്റ കൊളാബായിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വില 150 കോടി രൂപയാണ്. ഷാരൂഖ് ഖാൻ്റെ മുംബൈയിലെ വീടിൻ്റെ വില 250 കോടിയാണ്. മുകേഷ് അംബാനിയുടെ സൗത്ത് മുംബൈയിലെ വീട് 4 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ളതാണ്. അനിൽ അംബാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വീടിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വില 5000 കോടി രൂപയാണ്. ഒരു വീടിൻ്റെ വിലയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, 5000 കോടി രൂപ. പ്രിയപ്പെട്ടവരെ, പത്തനംതിട്ട ജില്ലയിൽ മാത്രം നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് സിംബൽസായി കെട്ടിപ്പൊക്കിയ മണിസൗധങ്ങൾ ആൾപ്പാർപ്പില്ലാത്ത പ്രേതാലയങ്ങളായി മാറിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഒരു വാചകം ഞെട്ടലോടെ മാത്രമേ വായിക്കാൻ കഴിയുള്ളൂ. അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു, അതിൻ്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല. യെശയ്യാവ് 13, 21, 22 വാക്യങ്ങൾ. മനുഷ്യന് കയറി കിടക്കാനൊരിടം എന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ്റെ സ്റ്റാറ്റസ് സിംബലായി പണിതുയർത്തിയ മണിസൗധങ്ങൾ, യെശയ്യാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ മൂങ്ങ കയറി പ്രേതം നൃത്തമാടുന്ന പ്രേതാലയങ്ങളായി മാറിയില്ലേ? റിമെമ്പർ, വി ആർ ലിവിങ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. എത്രയോ വീടുകളാണ് തിരുവല്ല മുതൽ ഈ റോഡിൽ കൂടെ പോയാൽ ആൾപ്പാർപ്പില്ലാത്ത പ്രേതാലയങ്ങളായി മാറിയിരിക്കുന്നത്. ഓർക്കണം, BC 8-ാം നൂറ്റാണ്ടിൽ യെശയ്യാവ് എഴുതിയ വാക്കുകളാണ്. നിങ്ങളുടെ വീടുകളിൽ മൂങ്ങ നിറയും, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു, അതിൻ്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല. നമുക്ക് ധൈര്യമായി പറയാൻ കഴിയും, ആ കാലം വന്നു കഴിഞ്ഞു. ആർ യു അവെയർ ഓഫ് ഇറ്റ്? പട്ടണ സംസ്കൃതിയിൽ നിന്ന് സ്പേസ് സംസ്കൃതിയിലേക്ക് കുതിച്ചുചാട്ടമാണ് അടുത്തത്. മനുഷ്യൻ ശൂന്യാകാശത്ത് വീട് വെക്കാൻ ഒരുങ്ങുകയാണ്. ക്യാൻ യു ഇമാജിൻ ദാറ്റ്?
മനുഷ്യൻ ശൂന്യാകാശത്ത് വീട് വെക്കാൻ തുടങ്ങുകയാണ്. സാധ്യമാണ്. കാരണം 5000 കോടി കൊടുത്ത് മുംബൈയിലൊരു വീട് പണിയാവുന്നവന് സ്പേസിൽ വീട് പണിയാൻ ബുദ്ധിമുട്ടില്ല. ചന്ദ്രനിലേക്ക് ടൂർ പോകാൻ ചൈന പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, വായിക്കുന്നവർക്കെല്ലാം അറിയാം, ഇലോൺ മസ്കിൻ്റെ കമ്പനി സ്പേസ് ടൂർ തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കയിൽ നാസയുടെ പ്രോജക്റ്റിൽ 2000 പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സ്പേസിൽ മാത്രമല്ല കേട്ടോ, ദുബായിൽ കടലിനടിയിൽ ഫ്ലോട്ടിംഗ് വെനീസ് എന്ന പേരിൽ അത്യാഡംബര റിസോർട്ട് 2020 പൂർത്തിയായി കഴിഞ്ഞു. ടെക്നോളജി അതിഭയങ്കരമായി വളർന്നിരിക്കുന്നു. 20ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതക്രമം മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ തുടങ്ങിയവ മെഷീനുകൾ കൈയടക്കി. എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞപ്പോൾ ഒരു തലമുറയുടെ മുഴുവൻ ശാരീരിക ക്ഷമത നശിച്ചുപോയി. അതുവഴി സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണ് മെഡിക്കൽ രംഗം പേരിട്ട് വിളിക്കുന്നത്. എനിക്കിത് നേരിട്ട് കണ്ടറിയാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. കാരണം 40 വർഷമായല്ലോ ഈ സഭയിൽ. ഞാൻ അച്ഛനായ കാലത്ത് സേവികാ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു കസേര കളി എന്ന് പറയുന്ന പരിപാടി. സ്ത്രീകൾ അതിന് മിടുക്കരുമാണ്. നമ്മൾ 11 പേര് മത്സരത്തിൽ പങ്കെടുത്താൽ 10 കസേരയിട്ട് വട്ടത്തിൽ ഓടിക്ക് സമർത്ഥരായ ആളുകൾ കസേര കൈയെടുക്കുമ്പോൾ അതിനകത്തുനിന്ന് തോറ്റുപോകുന്ന ആളുകളുടെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഈ മെഷീൻ വന്ന് മിക്സി, നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ പറയുമ്പോൾ അമ്മിക്കല്ലില്ലാതെ വന്ന് മിക്സിയും ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ശാരീരിക ക്ഷമത ഇല്ലാതെ വന്നപ്പോൾ ഇപ്പോൾ ഒറ്റ പള്ളിയിലും കസേര കളി നടത്താറില്ല. കാരണം ആർക്കും വട്ടത്തിൽ കറങ്ങാനും വയ്യ, ഇരിക്കാനും വയ്യ. അതിന് എന്നെപ്പോലെയുള്ള ആളുകൾ കണ്ടുപിടിച്ച ഒരു പുതിയ മാർഗം, കസേര കളിക്ക് പകരം ഞാൻ ചേരുന്ന സ്ത്രീകളെ എല്ലാവരും കൂടെ മുറ്റത്ത് നിർത്തും. എന്തിനാ? ഞാൻ വിസിലടിക്കും, എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് 1ാമത്തെ വിസിലടിക്കുമ്പോൾ ആദ്യം എഴുന്നേക്കുമോ അവർക്ക് 1ാം സമ്മാനം കൊടുക്കും. കാരണം ഒരാൾക്ക് പോലും എഴുന്നേക്കാൻ വയ്യ. പുരോഗതി എന്ന് നാം പേരിട്ടത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന രോഗാതുരമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ മുഴുവൻ കൊണ്ടുവന്നു. നാം അത് അറിഞ്ഞില്ല, അവരോ അത് അറിഞ്ഞില്ല. അത് നോഹയുടെ കാലത്തിൻ്റെ തനിയാവർത്തനമാണ് എന്ന് മനസ്സിലായില്ല. 21ാം നൂറ്റാണ്ടിൽ മനുഷ്യവർഗത്തിൻ്റെ തലച്ചോറിന് പകരമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. അതോടുകൂടെ മനുഷ്യൻ്റെ തലച്ചോറ് പ്രവർത്തിക്കാത്ത അവസ്ഥയിലെത്തി. ഞാൻ മുമ്പേ പറഞ്ഞ ഓർമ്മയുണ്ടോ? 20ാം നൂറ്റാണ്ടിൽ മെഷീനുകൾ വന്ന് കായികക്ഷമത നഷ്ടപ്പെടുത്തിയെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് മനുഷ്യൻ്റെ ബുദ്ധി ഇല്ലാതാക്കുന്നു. തലച്ചോറ് പ്രവർത്തിക്കാതെ നാം ചിന്താശേഷിയില്ലാത്ത മനുഷ്യക്കോലങ്ങളായി നശിക്കാൻ പോവുകയാണ്. വിശുദ്ധ മത്തായി പറഞ്ഞതുപോലെ അവർ അറിഞ്ഞില്ല എന്ന അവസ്ഥയിലേക്ക് നാം എത്തുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ലതല്ലേ എന്ന്. ആ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം മലയാള മനോരമ പത്രത്തിൽ നിന്ന് കിട്ടി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അമേരിക്കൻ വിജയജാലകം എന്ന പ്രോഗ്രാമിൽ അമേരിക്കയിലെ സെൻട്രൽ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ ജയൻ തോമസ് നടത്തിയ ഒരു സെമിനാറിൻ്റെ ചിത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾ ചിലരെങ്കിലും ഇത് കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ജയൻ തോമസ് പറഞ്ഞ വാക്ക് ഇവിടെ അതിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്: AI അപേക്ഷയിൽ ആത്മാവുണ്ടാകില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ നാം വായിക്കേണ്ട ഒരു വാർത്തയാണ് അത്. AI-യുടെ ഏറ്റവും വലിയ പോരാഴിക അതിൽ ആത്മാംശം ഉണ്ടാവില്ല എന്നതാണ്. അദ്ദേഹം പറയുകയാണ്, AI-യുടെ ഉള്ളടക്കം ഒരു പ്രൊഫസർക്ക് എളുപ്പം കണ്ടെത്താനാകും. മാനുഷിക സ്പർശം, അതായത് നമ്മുടേതായ ആത്മാംശം അതിൽ ഇല്ലാത്തതാണ് കാരണം. ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം ഇന്നത്തെ തലമുറ മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിന്നാലെയാണ്. അതിലൂടെ ലഭിക്കുന്ന വിവരവും വിവര സാങ്കേതികതയും കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനും വൈദികനായിരിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം ആത്മാവില്ലാത്ത ഒരു തലമുറ ഉണ്ടാകാൻ പോവുകയാണ്.
എന്നാൽ ആ പത്രത്തിൻ്റെ അടുത്ത വാചകം, തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന വാർത്ത വായിച്ചപ്പോൾ എനിക്കൊരല്പം ആശ്വാസം തോന്നി. അത് പുത്തൻകുരിശ് യാക്കോബായ കൺവെൻഷനിൽ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി പറഞ്ഞ ആമുഖ പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ ആമുഖ പ്രസംഗത്തിൻ്റെ ടൈറ്റിലും ഈ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞത് നമ്മിൽ വസിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഭൂമിയെയും നമ്മുടെ പ്രദേശങ്ങളെയും നമ്മുടെ സമൂഹത്തെയും കൈയടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ആത്മാവില്ലാത്ത മനുഷ്യക്കോലങ്ങളുടെ ഒരു സമൂഹമായി നമ്മുടെ സമൂഹം അധപ്പതിക്കാൻ ഒരുങ്ങുകയാണ്. ആർ യു അവെയർ ഓഫ് ഇറ്റ്? ഇത് നമ്മോട് പറയുന്നു, നോഹയുടെ കാലം വീണ്ടും പുനർജനിക്കാൻ പോവുകയാണ്. നമ്മളൊക്കെ ഞെട്ടലോടെ വായിച്ചൊരു വാർത്തയുണ്ട്. സൗദി അറേബ്യയിൽ റോബോട്ടിന് സിറ്റിസൺഷിപ്പ് നൽകിയ വാർത്ത നമ്മളെല്ലാവരും ഞെട്ടലോടെയാണ് വായിച്ചത്. അതിൻ്റെ പേര് റോബോട്ട് സോഫിയ എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഹാൻസൺ റോബോട്ടിക്സ് ഉണ്ടാക്കിയതാണ് റോബോട്ട് സോഫിയയെ. ആ സോഫിയയെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് ഒരു ഇൻ്റർനാഷണൽ ഡിസ്പ്ലേ നടത്തിയത് കാണാൻ എനിക്കിടയായി. അതിൽ ഈ റോബോട്ടിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ അതിപ്രഗത്ഭനായ ഒരു സയൻറ്റിസ്റ്റിനെയാണ് സൗദി ഭരണകൂടം ചുമതലപ്പെടുത്തിയത്. ഈ റോബോട്ടിനെ ഒന്ന് പരീക്ഷിക്കാനായി അതീവ ബുദ്ധിമാനായ ആ മനുഷ്യനോട് ഈ റോബോട്ടിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറയുന്നു. ആ ഇൻ്റർവ്യൂ ലൈവായി ഞാൻ കണ്ടതാണ്. അതിനകത്ത് ആ മനുഷ്യൻ റോബോട്ടിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിനക്ക് സൗദി അറേബ്യയിൽ സിറ്റിസൺഷിപ്പ് തന്നല്ലോ, എന്താണ് അതിൻ്റെ പ്രത്യേകത? എല്ലാം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മണിമണി പോലെ ഉത്തരം പറയുകയാണ്. അവസാനം ആ മനുഷ്യൻ ചോദിച്ചു, നിനക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ റോബോട്ട് ഇൻ്റർവ്യൂ ചെയ്ത ആളിനോട് ചോദിക്കുകയാണ്, ഹൗ ഡു യു നോ ദാറ്റ് യു ആർ എ ഹ്യൂമൻ ബീയിങ്? ചോദ്യകർത്താവ് ഞെട്ടിപ്പോയി. റോബോട്ടിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, നിനക്ക് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ കഴിയുമോ? റോബോട്ട് തിരിച്ചു ചോദിച്ചു, ഹൗ ഡു യു നോ ദാറ്റ് യു ആർ എ ഹ്യൂമൻ ബീയിങ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോടൊപ്പം നടക്കുന്ന മനുഷ്യനോട് അറിയാതെ എങ്കിലും ചോദിക്കേണ്ടി വരുന്നൊരു കാലമാണ്, ഹൗ ഡു യു നോ ദാറ്റ് യു ആർ എ ഹ്യൂമൻ ബീയിങ്? ഒന്നും അറിയാതെ ഇൻഡിഫറൻ്റായി ജീവിക്കുന്ന മനുഷ്യരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ രാത്രി. ഹൗ ഡു യു നോ ദാറ്റ് യു ആർ എ ഹ്യൂമൻ ബീയിങ്? ആത്മാവില്ലാത്തവനൊന്നും മനുഷ്യനാണെന്ന് പറയരുത്. എനിക്ക് അവരോടൊരു മറുപടിയും പറയാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പറയാനുള്ള ഉത്തരം, ദൈവാത്മാവ് ഉള്ളിലുള്ളവരാണ് ശരിക്കും മനുഷ്യരെന്ന് പറയുന്നത്. അല്ലാത്തവരൊക്കെ വെറും മനുഷ്യക്കോലങ്ങളാണ്, റോബോട്ടുകളാണ്. കോടിക്കണക്കിന് ദരിദ്ര ജനങ്ങളുള്ള ഭാരതം പോലും ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് വളർന്നിരിക്കുന്നു. എന്തൊരു വാക്കുകളാണ്, എന്തൊരു അഭിമാനമാണ് നമുക്കൊക്കെ. ഭാവിയിൽ മനുഷ്യർക്കെല്ലാം പേരിന് പകരം ഒരു കാർഡും ഒരു നമ്പറും ലഭിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു. ആധാർ എന്ന് പറയുന്ന കാർഡ് വാങ്ങിച്ച് നമ്മളെല്ലാം വഴിയാധാരമായി പോയ മനുഷ്യരാണ്. കാരണം അതേ നോക്കിയാൽ പോലും ആരാന്ന് തിരിച്ചറിയാൻ വയ്യാത്ത കാർഡും കൊണ്ടാണ് നമ്മളെല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നമുക്ക് 10 രൂപ കിട്ടിയാലും സർക്കാരിന് അറിയണം എന്നും പറഞ്ഞ് പാൻ കാർഡ് തന്നു. പാൻ കാർഡ് തന്നേച്ച് നമ്മളോട് പറഞ്ഞു, ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മുടെ ഒരുപാട് പേര് ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യണമെന്ന് കേട്ടപ്പോൾ അത് രണ്ടും കൂടെ റബ്ബർ ബാൻഡ് ഇട്ട് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടന്നു, ലിങ്ക് ചെയ്തു എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ എത്തിപ്പറ്റിയിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് വളരെ കാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ദരിദ്രനാരായണന്മാർ കോടിക്കണക്കിനുള്ള ഈ രാജ്യത്ത് എന്താണ് ക്യാഷ്ലെസ് ഇക്കോണമി എന്ന് ആർക്കറിയാം? ഞാൻ കഴിഞ്ഞ ദിവസം കോഴഞ്ചേരിയിൽ ഒരു ATM മെഷീൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ വന്നു. എന്നോട് പറയുകയാണ്, ഒരു കാർഡ് എടുത്തിട്ട് എൻ്റെ കൈ തന്നിട്ട് പറയുകയാണ്, അച്ഛാ എനിക്കിതൊന്ന് കുത്തി പൈസ എടുത്തു തരാമോ? ഞാൻ പറഞ്ഞു, അമ്മാമ്മ എന്തോ ചോദ്യം ചോദിക്കും, അമ്മാമ്മയ്ക്ക് എന്നെ എന്തോ അറിയാം, എന്തിനാ ഈ കാർഡ് എൻ്റെ തന്നെ? ആ പാവ സ്ത്രീ പറയാണ്, ഇതെന്താണെന്നോ ഇതെന്തിനാണെന്നോ എനിക്കറിയത്തില്ല അച്ഛാ, എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ ചോദിച്ചു, അമ്മാമ്മയ്ക്ക് ഇതിൻ്റെ പിൻകോഡ് അറിയാമോ, നമ്പർ അറിയാവോ? ഉടനെ കയ്യിൽ നിന്നൊരു പേപ്പർ എടുത്ത് എൻ്റെ തന്നു. ഞാൻ പറഞ്ഞു, അമ്മാമ്മയെ ദയവ് ചെയ്ത് ഇനി മേലിൽ ഒരു മനുഷ്യൻ്റെ അടുത്തും ഈ കാർഡും നമ്പറും കൂടെ കൊടുക്കരുത്. കാരണം അമ്മാമ്മയുടെ ജീവിതം അതോടെ അവസാനിക്കും. നമ്മുടെ രാജ്യത്ത് നാം എത്തിപ്പറ്റിയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ എൻ്റെ പ്രസംഗവാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. നമ്മളിത് പുരോഗതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ വേദപുസ്തകം ശരിക്കൊന്ന് വായിച്ചാൽ മതി.
വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിച്ചാൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് വലിയവരും ചെറിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും, ശ്രദ്ധിച്ച് കേൾക്കണം ബാക്കി, വലങ്കൈമേലോ നെറ്റിയേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാകുന്നു. നാമൊക്കെ വെറും നമ്പറുകളായി രൂപാന്തരപ്പെടുകയും പ്ലാസ്റ്റിക് കാർഡിലെ നമ്പറായി മാറുകയും ഈ പ്ലാസ്റ്റിക് കാർഡും നമ്പറും ഇല്ലാതെ ഒന്നും വാങ്ങിക്കാനും വിൽക്കാനും കഴിയാത്ത ഗതികേടിലേക്ക് നാം വരികയാണ്. ഇതാണോ പുരോഗതി എന്ന് വിളിക്കുന്നത്? അല്ല, ഇത് അധോഗതിയാണ്. മാത്രമല്ല, വിശുദ്ധ വേദപുസ്തകം തറപ്പിച്ചു പറയുന്നു, ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, വി ആർ ലിവിങ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. ഈ ഭദ്രാസന കൺവെൻഷൻ ആദ്യ രാത്രിയിൽ ഇതെനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാൻ ദൈവം എന്നെ നിയോഗിച്ചതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്. നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറിലാണ്. ആർ യു അവെയർ ഓഫ് ഇറ്റ്? മത്തായി പറയുന്നു, അവരോ അറിഞ്ഞില്ല. അവർ തിന്നും കുടിച്ചും കല്യാണത്തിന് കൊടുത്തും കല്യാണം കഴിച്ചും നട്ടും പണിതും ജീവിച്ചുകൊണ്ടേയിരുന്നു, ഒന്നും അറിയാതെ. ഇനിയും നമ്മൾ വളരാൻ പോവുകയാണത്തെ. നമ്മുടെ ശരീരത്തിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഒരു ന്യൂ റഡാർ ഉപയോഗിച്ച്, അതൊരു പക്ഷേ വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ ഒരു പക്ഷേ നമ്മുടെ വലം കൈമേലോ നെറ്റിമേലോ എന്തോ ഒരു ഡിവൈസ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂ റഡാർ ഉപയോഗിച്ച് നമ്മൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നെല്ലാവർക്കും കണ്ടുപിടിക്കാൻ കഴിയും. സങ്കടത്തോടെ പറയട്ടെ, നമ്മളിൽ പലരും ഒന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ ഗൗനിക്കുന്നില്ല. നോഹയുടെ കാലത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, those days were characterized by pleasure. ഉല്ലാസത്തിൻ്റെ കാലം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 21-ൽ യാബാലിൻ്റെ സഹോദരൻ യൂബാലിനെ പരിചയപ്പെടുത്തുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യൂബാൽ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി. ഉല്ലാസത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ദൈവത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന ആദ്യ മാതാപിതാക്കൾ ആദമും ഹവ്വയും, അവരുടെ അനന്തര തലമുറയെ പറ്റിയാണ് നാം ഇപ്പോൾ വായിച്ചത്. എന്തിന് മക്കളെ പറയണം? ആദ്യ മാതാപിതാക്കൾ തന്നെ അവരോടൊപ്പം എന്നും തോട്ടത്തിൽ സവാരി ചെയ്യുന്ന ദൈവത്തെ ഒളിച്ച്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നല്ലതും ഭംഗിയുള്ളതും കാമ്യവുമായതിൻ്റെ പിന്നാലെ പോയി. അവരുടെ കൊച്ചുമകൻ ഉല്ലാസത്തിൻ്റെ പിതാവായി മാറിയിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ തലമുറയും നല്ലതും ഭംഗിയുള്ളതും കാമ്യവുമായതിൻ്റെ പിന്നാലെ പായുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ, ഈ ജനതയെ ഓർത്തുള്ള ദുഃഖഭാരത്തോടെ ഞാൻ ഒരു വാചകം പറയട്ടെ. ആത്മാവിന് കുളിർമയേകുന്ന സാധു കൊച്ചുകുഞ്ഞിൻ്റെ പാട്ട് കേൾക്കാൻ ആളില്ല. പകരം തലച്ചോറിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന വേടന്മാരുടെയും വേതാളങ്ങളുടെയും പുറകെ തടിച്ചുകൂടുന്ന ആധുനിക ലോകത്തോട് എനിക്ക് വിളിച്ചു പറയാനുണ്ട്, യു ആർ ലിവിങ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. ആർക്കാണ് ആത്മാവിന് കുളിരേകുന്ന പാട്ടുകൾ കേൾക്കാൻ താല്പര്യം? പകരം വേടന്മാരുടെയും വേതാളങ്ങളുടെയും പുറകെ തകർത്താടുന്ന ഉല്ലസിക്കുന്ന ഒരു യുവജനതയുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഞാനതുകൊണ്ട് എപ്പോഴും യുവജനങ്ങളെ കാണുമ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു വാക്കുണ്ട്, അവർ വേൾഡ് ഈസ് എ പ്ലഷർ മാഡ് വേൾഡ്. അവർ വേൾഡ് ഈസ് എ പ്ലഷർ മാഡ് വേൾഡ്. ഉല്ലാസഭ്രാന്ത് ബാധിച്ച സമൂഹമാണ് നമ്മുടേത്. പ്രിയപ്പെട്ടവരെ, ഈ ഉല്ലാസഭ്രാന്ത് വേതാളങ്ങൾക്കും വേടന്മാർക്കും മാത്രമല്ല ഉണ്ടായത് കേട്ടോ. ഈ ഭക്തന്മാരെന്ന് പറയുന്നത് നമുക്കും ഉണ്ടായി. ദൈവീക ഭക്തിയേക്കാൾ ഉല്ലാസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിശ്വാസ സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവിക ബോധവും ദൈവഭക്തിയും പടിയിറങ്ങിപ്പോയി എന്നത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ കഴിയും. നമുക്കൊക്കെ മുമ്പേ ഇവ പരീക്ഷിച്ച് തകർന്നു പോയ ജനതകൾ ഈ ഭൂമിയിലുണ്ട് കേട്ടോ. അതൊന്ന് അറിയുന്നത് നല്ലതാണ്. ഭാരതത്തിലേക്ക് സുവിശേഷവുമായി മിഷണറിമാരെ അയച്ച ഇംഗ്ലണ്ടിൽ ഇന്ന് ചെന്നാൽ കൂറ്റൻ പള്ളികൾ വാങ്ങി പബ്ബുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. അവിടെ കുടിച്ചു കൂത്താടുന്ന പുതിയ തലമുറയും നമുക്ക് കാണാം. അവിടുത്തെ പള്ളികളിലൊന്നും ആരാധകരെ കിട്ടാനില്ല.
കണ്ടാൽ തന്നെ വൃദ്ധരെ മാത്രമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഷേക്സ്പിയറിൻ്റെ വീട് സന്ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഷേക്സ്പിയറിൻ്റെ വീട് സന്ദർശിച്ചു കഴിഞ്ഞ് അടുത്ത് തന്നെ അദ്ദേഹത്തെ മാമോദീസ മുക്കിയ പള്ളിയുണ്ട് എന്നറിഞ്ഞ് അവിടേക്ക് പോയി. ഷേക്സ്പിയറിനെ മാമോദീസ തൊട്ടിയുടെ അടുത്ത് നിന്ന് ഞാനും ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് കെയർ ടേക്കറോട് ഞാൻ ചോദിച്ചു, പടുകൂറ്റൻ ദേവാലയമാണ്, ഇപ്പോൾ ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? അദ്ദേഹം അവിടുത്തെ പാരിഷ് രജിസ്റ്റർ എന്നെ എടുത്തുകൊണ്ട് കാണിച്ചു. 8 പേരാണ് ആ ഇടവകയിൽ ഇപ്പോൾ മെമ്പേഴ്സായിട്ടുള്ളത്. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറയാണ്, മിക്കവരും പ്രായം ചെന്നവരാണ്. ഞാൻ ആരാധനയ്ക്ക് ഇവരൊക്കെ വരാറുണ്ടോ? അയാൾ പറഞ്ഞു, വല്ലപ്പോഴും വല്ലവരും വന്നാലായി. ഭാരതത്തിലേക്ക് വരെ മിഷണറിമാരെ അയച്ച ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ ഇതാണ്. അമേരിക്കയിൽ ധാരാളം പള്ളികൾ വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണ്. അമേരിക്കക്കാരുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ പള്ളികളിലാണ് നമ്മുടെ മിക്ക ആരാധനകളും നടക്കുന്നത്. മറക്കരുതാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലവും വിശുദ്ധന്മാർ തഴച്ചു വളർന്നുമായ ഫ്രാൻസിൻ്റെ ഇന്നത്തെ അവസ്ഥ അടുത്ത കാലത്ത് അവിടെ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ വ്യക്തമാക്കുന്നു. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വിൽ ദ ചർച്ച് ബെൽസ് റിംഗ് ടുമോറോ? നാളെ പള്ളിമണികൾ ശബ്ദിക്കുമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മധ്യ തിരുവിതാംകൂറിലെ അനുഗ്രഹിക്കപ്പെട്ട മാർത്തോമാ സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സായ നിരണം മാരാമൺ ഭദ്രാസനത്തിലെ ഒരു വൈദികൻ എന്ന നിലയിൽ ഇന്ന് സങ്കടത്തോടെ ആത്മഭാരത്തോടെ ഈ ചോദ്യം ഞാൻ ചോദിക്കട്ടെ: നാളെ മണികൾ മുഴങ്ങാൻ നമുക്ക് പള്ളികൾ ഉണ്ടാകുമോ? കാരണം ആരാധനകളെല്ലാം ഉല്ലാസങ്ങളായി മാറിയതുകൊണ്ട് ആരാധകരെ കിട്ടാത്ത അവസ്ഥയാണ്. നമ്മുടെ കൺവെൻഷൻ, ഇടവക ദിനം, കുടുംബദിനം തുടങ്ങിയ വിശേഷ ആരാധനകളെല്ലാം ഉല്ലാസങ്ങളായി മാറിപ്പോയി എന്നതിൽ സങ്കടമുള്ള ഒരു വൈദികനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ജനങ്ങളെ പഴിചാരി രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് പറയുന്നതല്ല. ചില ഇടവകകളിൽ വിശുദ്ധ മദ്ബഹായുടെ മുൻപിൽ തിരുവാതിരയും മാർഗംകളിയും നടത്തുന്ന സ്ത്രീകളെ കണ്ട് ഹൃദയം തകർന്ന വൈദികനാണ് പറയുന്നത്, പരിശുദ്ധ മദ്ബഹായുടെ മുൻപിൽ തിരുവാതിര കളിക്കാനും മാർഗം കളിക്കാനും മടിയില്ലാത്ത ഈ വിശ്വാസ സമൂഹത്തോട് പറയാണ്, നീ ജീവിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറിലാണ്. കൺവെൻഷൻ വേദിയിൽ കൂട്ട നൃത്തം നടത്തുന്ന എൻ്റെ വൈദിക സഹോദരങ്ങളെ കണ്ട് മനസ്സ് നൊന്ത മനുഷ്യനാണ് ഇന്ന് ഈ പറയുന്നത്. കുടുംബദിനം എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ അച്ഛനായ കാലത്ത് എൻ്റെ ക്ലാസ്മേറ്റ്സും എൻ്റെ കൂടെ സഹപാഠികളുമായ ആളുകൾ ഉൾപ്പെടെ കുടുംബദിനം എന്ന് പറയുന്നത്, ഞാനൊക്കെ അച്ഛനായ കാലത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് വന്നിരുന്ന് ഒന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കണേ എന്നൊരാഗ്രഹം മാത്രമാണ്. അതിനാഴ്ചകളായി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ഞാൻ സാധാരണ ചെയ്യും, എക്സ്റ്റെൻഡഡ് ഫാമിലിയായി സഹോദരങ്ങൾ എല്ലാവരും കൂടെ വന്ന് ഇരുന്ന് കുർബാന കൊള്ളണേ എന്ന് പറയുന്ന ഒരു വൈദികനായിരുന്നു ഞാൻ. എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബദിനങ്ങളിൽ ഭാര്യമാരെ പൊക്കിയെടുത്ത് സംഘനൃത്തം നടത്തി നടുതല്ലി വീഴുന്നവരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഗതികെട്ട കാലമാണ് ഇത്. അന്ത്യകാലത്തിൻ്റെ അവസാന നാളുകളാണ് എന്ന് നിനക്ക് ബോധമുണ്ടോ? ഇവയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിത്രം, ഞാൻ ഈ പഴയ നിയമം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിത്രം എന്താണെന്നറിയാമോ? 40 ദിനരാത്രങ്ങൾ യഹോവയുടെ സാന്നിധ്യത്തിലിരുന്ന് ദൈവം തമ്പുരാൻ എഴുതി കൊടുത്ത 10 കൽപ്പനകളുമായി മലയിറങ്ങി വന്ന മോശ കണ്ടത് തൻ്റെ സഹോദരനായ പുരോഹിതനും അവൻ്റെ കൂട്ടാളികളും ചേർന്ന് കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തമാടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മോശ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വാചകം പുറപ്പാട് പുസ്തകം 32-6 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ഇതാണോ ആരാധന? നമ്മൾ ജീവിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറിലാണ്. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ സഭയുടെ അംഗമാണ് ഞാനും. ഈ പറയുന്നത് എന്നോട് തന്നെ കൂടെയാണ്. പക്ഷേ നാം അറിയാതെ നമ്മൾ അന്ത്യകാല മണിക്കൂറുകളെ നാം ഇനാക്ട് ചെയ്യുകയാണ് എന്ന് മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയം വിളിച്ചു പറയുന്നത്. തീർന്നില്ലല്ലോ, പരിപാവനമായി സഭ കരുതിയിരുന്ന കൃപാമുഖാന്തരങ്ങളായ കൂദാശകളൊക്കെ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? വിവാഹം തുടങ്ങിയുള്ള കൂദാശകൾ കോപ്രായങ്ങളായി മാറിയിരിക്കുകയല്ലേ?
വിവാഹത്തോടനുബന്ധിച്ച് ആധുനിക സമൂഹം കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ എന്തൊക്കെയാണ്? മാർത്തോമാ സഭയിൽ ഒരു വലിയ പള്ളിയിൽ ഒരു കല്യാണത്തിന് പോയി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയതാണ്. ആ കല്യാണം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ ഈ മഡ്ഗാർഡും ഒക്കെ ആകാശത്തിലേക്ക് പോയി 6 ബൈക്കിൽ 6 തല ചൊരച്ചവന്മാർ നിരപ്പിക്കുക പള്ളിമുറ്റത്താണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു പോയപ്പോൾ പെണ്ണും ചെറുക്കനും നടത്തിക്കൊണ്ട് അവരുടെ നേരെ മുമ്പിൽ കറുത്ത വേഷം അഴിഞ്ഞ സാത്താന്മാരെ പോലെ 6 അവരുടെ പുറകിൽ വെളുത്ത വേഷം അറിഞ്ഞ അടുത്ത 6 വീശിക്കൊണ്ട് നടക്കുവാണ്. അപ്പോൾ എൻ്റെ കൂടെ നടന്ന ഒരാൾ പറഞ്ഞു, അച്ഛാ മുന്നേ പോകുന്നതല്ല സാത്താനും പുറകെ വരുന്നതല്ല മാലാഖയാണ്. വിവാഹമാണ്, വിവാഹം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ശവസംസ്കാരം പോലും ഇവൻ്റുകളായി മാറിപ്പോയ ഗതികെട്ട കാലമല്ലേ. എനിക്ക് അടുത്ത സമയത്തുണ്ടായ ഹൃദയവേദന നിറഞ്ഞ ഒരു സംഭവം നിങ്ങളോട് പറയാം. ഒരു മനുഷ്യൻ അന്ത്യശ്വാസം വലിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്നു. അപ്പോൾ എന്നോടൊപ്പം 1-2 ആളുകൾ കൂടെ വന്നു. ഞങ്ങൾ പോയി. അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുകയാണ്, അവസാന വലിക്കുകയാണ്. അപ്പോൾ ഒരു മകൻ വന്നിട്ടുണ്ട്, മറ്റേ മകൻ വിദേശത്ത് എവിടെയോ ആണ്. പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നാണ് ഞാൻ പറയുന്നത്. ആ അപ്പൻ അന്ത്യശ്വാസം വലിച്ചപ്പോൾ കൂടെ നിന്ന മകൻ തൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ചെയ്ത് അമേരിക്കയിലിരിക്കുന്ന മകനെ കാണിക്കാൻ അപ്പൻ്റെ അവസാന ശ്വാസം വലി. എന്തൊരു ഗതികെട്ട ലോകമാണ്. സ്വന്തം പിതാവ് മരണത്തോട് മല്ലടിച്ച് അവസാന ശ്വാസം വലിക്കുമ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ മനസ്സുള്ളവനെ മനുഷ്യനെന്നെങ്ങനെ വിളിക്കും? അത് മനുഷ്യക്കോലമല്ലേ. നാം എത്തിയിരിക്കുന്ന കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആത്മീയയോഗങ്ങൾ പഞ്ചനക്ഷത്ര സുവിശേഷ വ്യാപാരമേളകൾ പോലെയായില്ലേ? പരമഫക്കീറന്മാരായിരുന്ന സാധു കൊച്ചുകുഞ്ഞുമാരുടെ സ്ഥാനം കോടീശ്വരന്മാരായ ബ്രദറന്മാർ കൈയടക്കിയില്ലേ? അതിനേക്കാൾ സങ്കടം 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ ഇക്കഴിഞ്ഞ ക്രിസ്മസിന് 2025 ക്രിസ്മസിന് വിറ്റഴിഞ്ഞ കള്ള് 333 കോടിയുടേതാണ്. ഈ കണക്കിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? അറിയോ? 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 333 കോടി രൂപയുടെ മദ്യം ഈ ക്രിസ്മസിന് അടിച്ചു തീർത്തെങ്കിൽ ഈ സമൂഹം എവിടെയാണ് എത്തിയിരിക്കുന്നത്? വെറും 5 ദിവസം കഴിഞ്ഞ് ന്യൂ ഇയറിൽ കുടിച്ചു വറ്റിച്ചത് 125 കോടിയുടെ മദ്യമാണ്. കേരളത്തിൻ്റെ ആകെ ജനസംഖ്യ 3.5 കോടിയാണ്. ക്രിസ്മസിന് അടിച്ചു തീർത്തത് 333 കോടിയാണ്. വല്ല ബോധമുണ്ടോ? എല്ലാം പ്ലഷർ മാഡ് വേൾഡാണ്. വി ആർ ലിവിങ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. തീർന്നില്ല ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും. പ്രിയപ്പെട്ടവരെ, 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ ഒരു സിനിമ 100 കോടി, 150 കോടി, 200 കോടിയാണ് കളക്ട് ചെയ്യുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഉല്ലാസഭ്രാന്ത് ബാധിച്ച ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അബദ്ധസഞ്ചാരത്തിൻ്റെ കഥകൾ മാത്രം പറയുന്ന ടി വി സീരിയലുകളോടും അനുബന്ധ പരിപാടികളോടും ഉള്ള ഭ്രാന്ത്. എന്താണ് അവയുടെയൊക്കെ ഉള്ളടക്കം? വൈകൃതങ്ങൾക്ക് അഡിക്റ്റായിപ്പോയ ഒരു സമൂഹമാണ് ആധുനിക സമൂഹം. കൂടാതെ ഇൻ്റർനെറ്റ് ഭ്രാന്ത്, ഫേസ്ബുക്ക് ഭ്രാന്ത്, വാട്സാപ്പ് ഭ്രാന്ത്, ഇൻസ്റ്റാഗ്രാം ഭ്രാന്ത് തുടങ്ങി ഒരുപാട് ഭ്രാന്തുകൾ. ഈ ഭ്രാന്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരാൾ വിളിച്ചു കേരളം ഭ്രാന്താലയമാണ് എന്ന്. അത് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് അതിപ്രസരം കാരണം ഒരു തലമുറയുടെ ജീവിതത്തിന് ദൈവവും ദൈവികതയും പടിയിറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന പോലും മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇന്ന്? ഭയഭക്തിയോടെ ഒരു വിശുദ്ധ കുർബാനയിൽ അറ്റൻഡ് ചെയ്യാവോ? ഞാൻ പല സ്ഥലത്തും പറഞ്ഞ ഒരു അനുഭവം. കോവിഡ് കാലത്ത് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പള്ളിയുടെ വികാരിയാണ്. എൻ്റെ പാഴ്സനൈൻ്റെ തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ്. അവിടെ പല ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ്. കോവിഡ് കാലമാണ്, നിയന്ത്രിതമായ ആളുകൾക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വലിയ തിരക്കില്ലാത്ത സമയം. ഞാനൊരു ദിവസം വൈകുന്നേരം ഈ മെഡിക്കൽ കോളേജ് പള്ളിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു വലിയ ഗണപതി വിഗ്രഹം ഇരിപ്പുണ്ട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ. അത് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, വലിയ പടുകൂറ്റൻ ഒരു ഗണപതി വിഗ്രഹമുണ്ട്. ആ റോഡ് വഴി പോകുന്ന ഭക്തരൊക്കെ അതിന് മുമ്പിൽ നിന്ന് വണങ്ങിയിട്ടാണ് പോകുന്നത്. ചെറുത് മഴ പെയ്ത് കിടക്കുകയാണ്. അന്ന് ദാനിയേൽ വർഗീസ് ഞാൻ എൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ വികാരിയാണ്. മഴ പെയ്ത് വെള്ളം കെട്ടി കിടപ്പുണ്ട്.
ഞാൻ ആ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു ഭക്തനായ മനുഷ്യൻ അതിലേ വരുന്നു. നടന്നു വന്ന ഒരു മനുഷ്യൻ അവിടെ വന്ന് ഈ ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചാൽ അല്പം മാറി അങ്ങോട്ട് നിന്നു. ഉടനെ ഒരു ഓട്ടോറിക്ഷ അതിലേ വന്നു. ആ ഓട്ടോറിക്ഷക്കാരൻ ഒരു മര്യാദയില്ലാത്തവനായിട്ട് ആ പെയ്ത് കിടന്ന പെയ്ത്ത് വെള്ളത്തിൽ കൂടെ ഓട്ടോറിക്ഷ അടിച്ച് തെറിപ്പിച്ചൊരൊറ്റ പോക്കാണ്. ഈ ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി നിന്ന മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. അവൻ്റെ തല മുതൽ പാദം വരെ ചെളിവെള്ളം തെറിച്ചിട്ട് അവൻ അനങ്ങാതെ നിൽക്കുകയാണ്. ഈ ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കണം. അവൻ്റെ ശരീരം മുഴുവൻ ചെളിവെള്ളം തെറിച്ചിട്ട് അനങ്ങാതെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അഭിമന്യ തിരുമേനി പൂലാത്തേനിൽ നിന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയാണ്. അന്ന് അവിടെ നിന്ന് വിശുദ്ധ കുർബാന ആരംഭിക്കാഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോൾ എന്നെ സങ്കടപ്പെടുത്തിയത്, കുർബാന തുടങ്ങി 10 മിനിറ്റകം 300 പേരാണ് ലൈക്ക്, സൂപ്പർ, ഖലക്ക്, കുർബാന കാണുകയാണ്. എന്നിട്ട് താങ്ങാണ്, സൂപ്പർ, എക്സലന്റ്, കൈയടിക്കുന്നു, റോസാപ്പൂ അയക്കുന്നു. എന്ത് ബോധമാണ് നിനക്ക്? മെത്രാപ്പൊലീത്ത തിരുമേനി കുർബാന ചൊല്ലുമ്പോൾ നിന്റെ കൈ കണ്ടില്ലെങ്കിൽ തിരുമേനി കുർബാന കൊല്ലത്തില്ലേ? എന്താണ് അർത്ഥം എന്നറിയോ? നിനക്ക് യാതൊരു ബോധവുമില്ല, നീ എന്ത് ശുശ്രൂഷയാണ് കാണുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ 2 കാര്യം കൂടെ കേട്ടായിരുന്നു. ഒരു മനുഷ്യൻ ഒരു ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ശരീരത്ത് മുഴുവൻ ചെളിവെള്ളം തെറിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പ്രാർത്ഥിച്ച മനുഷ്യൻ്റെ മുമ്പിലാണ് നാണമില്ലാത്ത ക്രിസ്ത്യാനി വിശുദ്ധമായ കുർബാന ചൊല്ലുമ്പോൾ പോലും മെസ്സേജ് അയക്കാനും എന്തൊക്കെയാ എൻ്റെ വായി വരുന്ന നിർത്തുക ഞാനതാണ്. പ്രിയപ്പെട്ടവരെ, ഇവയുടെയൊക്കെ അതിപ്രസരം കാരണം നമ്മൾ ഏതവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് ഓർക്കണം. ഇന്ന് കുട്ടികളെ എന്ത് പറ്റി? അതുകൊണ്ട് ഇന്ന് കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചാൽ 4 പേര് കൂടുന്നിടത്തോ വഴിവക്കിലോ ഒക്കെ അവരെല്ലാവരും ഒരു ഫോണിലോ മറ്റെന്തെങ്കിലും ഒരു സാധനത്തിലോ നോക്കി നിൽക്കുന്നത് കാണാം. അവരിത് അവരെന്താ കാണുന്നത് അറിഞ്ഞുകൂടാ. കണ്ട് ബ്ലൂ വെയിൽ പോലെയുള്ള മരണക്കെണികളിൽ പെട്ടിരിക്കുകയാണ് പുതുതലമുറ. ഞാൻ ആധുനിക യുവതയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, പിടലി കുനിഞ്ഞു പോയ സമൂഹമാണ് ആധുനിക യുവജനങ്ങൾ. കാരണം 24 മണിക്കൂറും കുനിഞ്ഞുള്ളിരിപ്പാണ്. ഞാനും എൻ്റെ തലമുറയും പാടത്തും പറമ്പിലും ഓടിച്ചാടി കുട്ടിയും കോലും കളിച്ച് നടന്ന കാലത്ത് ഇന്നത്തെ യുവതലമുറ മുഴുവൻ എന്തിലോ നോക്കിയിരിക്കുകയാണ്. ഭ്രാന്ത് ബാധിച്ച സമൂഹമാണ്, ഉല്ലാസഭ്രാന്ത് ബാധിച്ച സമൂഹം. വി ആർ ലിവിങ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. ഉല്ലാസം വേണ്ട എന്നല്ല, ഉല്ലാസഭ്രാന്ത് അപകടമാണ്. ഓർക്കുക, നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറിലാണ്. 3, those days were characterized by perversion and pride. വികടത, വക്രത, അഹങ്കാരം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം, കയീൻ ഹാബേലിനെ വയലിലേക്ക് ക്ഷണിച്ച് അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം. തുടർന്ന് എന്തുമാത്രം കൊലപാതകങ്ങൾ! അപ്പൻ മകനെ, മകൻ അപ്പനെ, സഹോദരൻ സഹോദരനെ, കൂട്ടുകാരൻ കൂട്ടുകാരനെ, അയൽക്കാരൻ അയൽക്കാരനെ, ഭാര്യയും കാമുകനും കൂടെ ഭർത്താവിനെ, 1 രൂപയ്ക്ക് വേണ്ടി മധ്യവയസ്കനെ അടിച്ചു കൊന്ന ഒരു ചായക്കടക്കാരൻ, കാമുകി പിണങ്ങിയതിന് ഫ്ലോറിഡയിലെ സ്കൂളിൽ 17 പേരെ വെടിവെച്ച് കൊന്ന കാമുകൻ, തിരുവല്ല ടൗണിൽ പട്ടാപ്പകൽ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞ ചെറുപ്പക്കാരൻ, കാമുകന് വിഷം കലർത്തി ജ്യൂസ് കൊടുക്കുന്ന കാമുകിമാർ, ഭാര്യയെ വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുന്ന ഭർത്താക്കന്മാർ. ഇവയെല്ലാം വക്രത വർദ്ധിച്ച ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ. കേരളത്തെ ഞെട്ടിച്ച 51 വയസ്സുള്ളവനെ 51 വെട്ടുവെട്ടിക്കുന്ന നരാധമന്മാരുടെ നാടാണ് നാം ജീവിക്കുന്ന നാട്. 30കാരൻ്റെ മുട്ടിനടിയിൽ 37 വെട്ടുവെട്ടിക്കൊന്ന സംസ്ഥാനത്താണ് ജീവിക്കുന്നത്. എണ്ണമറ്റ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കാരണം എത്ര കുടുംബങ്ങളാണ് അനാഥമായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക? ഒരു മനുഷ്യനെ 51 വെട്ടുവെട്ടി കൊല്ലാൻ ഒരു മനുഷ്യന് കഴിയുമോ? കഴിയും. കാരണം അവർ മനുഷ്യരല്ല, മനുഷ്യക്കോലങ്ങളാണ്, ആത്മാവില്ലാത്ത മനുഷ്യക്കോലങ്ങളാണ്. അടുത്തത് വികടതയാണ്. 4:19 ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ, ആദിയിൽ ദൈവം സംവിധാനം ചെയ്ത ആശീർവദിയ കുടുംബ സംവിധാനത്തെ ആദ്യമായി തകിടം മറിച്ച മനുഷ്യനാണ്.
കാനഡയിൽ കഴിഞ്ഞ മാസം 2 പേരെ അറസ്റ്റ് ചെയ്തു. എൻ്റെ പത്രവാർത്ത എൻ്റെ ഇരിപ്പുണ്ട്. ജെയിംസ് മാരിയോൺ എന്ന് പറയുന്നൊരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് 5 ഭാര്യമാരുണ്ട് എന്ന കാരണം കൊണ്ടാണ്. വിൻസ്റ്റൺ ബ്ലാക്ക്മോർ എന്ന് പറയുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്തു. 25 ഭാര്യമാരും 146 കുഞ്ഞുങ്ങളും. ആധുനിക ലോകത്തെ ജീവിതമാണ്. എന്തൊരു വികടതയാണ് നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത. ഇനിയുള്ളത് അരുതാത്ത ബന്ധങ്ങളാണ്. 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അരുതാത്ത ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നു. ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്സ്, പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ, സ്വവർഗരതി. ലൈംഗികത ദൈവം വിഭാവനം ചെയ്തതുപോലെ വിവാഹബന്ധത്തിൽ മാത്രമല്ലാതെ വന്നു. ഞാൻ സങ്കടത്തോടെ പറയുന്ന ചില വാചകങ്ങളുണ്ട് ഇക്കാലത്ത്. വെർജിനിറ്റി ഈസ് നോ ലോങ്ങർ സീൻ ആസ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. Homosexuality has been tolerated and accepted. They are not merely tolerated and accepted, they are promoted as alternative lifestyles. സമാന്തര ജീവിത ശൈലിയാണ് പോലും. ചില സഭകളിൽ അങ്ങനെയുള്ളവരെ പൗരോഹിത്യ ശുശ്രൂഷയിൽ വരെ നിയമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമെന്ന് ദാനിയേലിൻ്റെ പ്രവചനം ഇവിടെ നാം ഓർക്കണം. ഒരു കാലത്ത് രഹസ്യമായി ചെയ്യുകയും മന്ത്രിക്കുകയും ചെയ്തവ ഇന്ന് പരസ്യമായി പൊതുസ്ഥലങ്ങളിൽ ആഘോഷിക്കപ്പെടുകയാണ്. സാംസ്കാരിക കേരളം കണ്ട ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണ് ചുംബന സമരം എന്ന കോപ്രായം. നാം ആയിരിക്കുന്ന ലോകത്തെക്കുറിച്ചാണ്. പിന്നെ നമ്മൾ കാണുന്ന അഹങ്കാരമാണ്. ഇത്തരം അഹങ്കാരമാണ്. 4-ാം അധ്യായം 23-ാം വാക്യം. ഭാര്യമാരുടെ മുമ്പിൽ വീമ്പിളക്കുന്ന ലാമക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലായുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. ലാമക്കൻ ഭാര്യമാരെ, എൻ്റെ വചനത്തിന് ചെവി തരുവിൻ. എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. 24-ാം വാക്യം. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. എന്തൊരു വാചകമാണ്! കയ്യിന് വേണ്ടി 7 ഇരട്ടിയാണ് പകരമെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ 77 ഇരട്ടി. ഞാൻ ആരാ മോൻ എന്ന ചോദ്യം. ഈ അടുത്ത കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ ഒരു അധ്യാപകൻ വാങ്ങിച്ച സംഭവം നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ആ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചൻ അധ്യാപകനോട് പറയാണ്, ഞാൻ കൊന്നു കുഴിച്ചിടുമെന്ന്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു അധ്യാപകനോട് പറയുകയാണ്. നാം എത്തി നിൽക്കുന്ന കാലം മനസ്സിലായോ? ഇന്ന് ആരെയും വകവയ്ക്കാത്ത കാലമാണ്, ആരെയും പേടിയില്ലാത്ത കാലമാണ്. പ്രിയപ്പെട്ടവരെ, സാംസ്കാരിക കാരണം തലകുനിക്കേണ്ട വാർത്തയാണ്. എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ കസേര പ്രതീകാത്മകമായി കത്തിച്ചത്. കാലടി സർവകലാശാലയിൽ അന്ന് വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ മനോരമ പത്രത്തിൽ പിറ്റേ ദിവസം അതിനെക്കുറിച്ചൊരു വാർത്ത എഴുതി. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്: പ്രിൻസിപ്പൽ ഇരിക്കുന്ന കസേര കത്തിച്ച് പ്രതീകാത്മക ശവദാഹം നടത്തുന്ന കുട്ടികളൊന്ന് ഓർക്കണം, അവർ ഗുരുത്വക്കേട് ഇരന്നു വാങ്ങുകയാണ്. അഹങ്കാരമാണ് ആധുനിക ലോകത്തിൻ്റെ മുദ്രാവാക്യം. ആരും മോശക്കാരല്ല. ലോക നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും എല്ലാം അഹങ്കാരികളായി മാറുകയാണ്. അതിൻ്റെ ദോഷഫലമാണ് ലോകം മുഴുവൻ അനുഭവിക്കുന്നത്. വേദപുസ്തകത്തിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഭറവോൻ എന്ന ഭരണാധികാരി യഹോവ എന്ന ദൈവത്തെ വെല്ലുവിളിക്കുന്ന വാചകം വേദപുസ്തകത്തിലുണ്ട്. അവൻ ആരാണ്? യഹോവ ആരാണ്? ഞാൻ അവനെ പേടിക്കാനെന്നാണ് ഭറവോ ചോദിച്ചത്. എന്തുപറ്റി? ഒരു കുടുംബം, ഒരു സമൂഹം, ഒരു രാജ്യം കുട്ടിച്ചോറായിപ്പോയി ഒരുത്തൻ്റെ അഹങ്കാരം കാരണം. പണക്കാരനായ നാബാൽ എന്ന് പറയുന്ന ഇഡിയറ്റിനെ കുറിച്ച് വേദം, അവൻ്റെ പേരിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു കേട്ടോ, ഇഡിയറ്റ് എന്ന വേദ അർത്ഥം. അവൻ ഭോഷനാണ് എന്ന് അവൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു. നാബാൽ എന്ന് പറയുന്ന പണക്കാരൻ രാജാവാകാൻ പോകുന്ന ദാവീദിനെ കുറിച്ച് ദാവീദ് ആരാടാ? ഇശായിയുടെ പുത്രൻ ആരാന്നാണ് അവൻ്റെ വിചാരം. എന്തോ പറ്റി നമുക്കറിയാം, ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയി. ആത്മീയ നേതാക്കൾ എന്തൊരു അഹങ്കാരമാണ്. അഹരോനും മിറിയാമും സ്വന്തം സഹോദരൻ മോശയ്ക്കെതിരെ സംസാരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? ദൈവം എന്നാ മോശയോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, ഞങ്ങളോട് സംസാരിക്കത്തില്ലേ? ഉണ്ടായ ഫലം അറിയാമല്ലോ, കുഷ്ഠരോഗം ബാധിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നാം അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാൻ പോവുകയാണ്.
ലൂക്കോസ് 21:28. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. നിരണമാരാമൻ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനിൽ ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്, സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് ലുക്ക് അപ്പ്. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് ലുക്ക് അപ്പ്. നിവർന്ന് നിന്ന് തലപൊക്കി നീ പ്രാർത്ഥിക്കേണ്ട കാലമാണ്. അതിൻ്റെ ബാക്കി വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസ് 21:29 മുതൽ. ഒരു ഉപമയും അവരോട് പറഞ്ഞു, ശ്രദ്ധയോടെ കേൾക്കണം. അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. അവ തളിർത്തിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. ഔവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. സകലവും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അടുത്ത വാചകം ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവ സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിലനിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് ശ്രദ്ധിക്കുക. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പൻ. പ്രിയപ്പെട്ടവരെ, മത്തായി എഴുതിയിരിക്കുന്നത് പോലെ ഒന്നും തിരിച്ചറിയാതെ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും നടക്കുന്നത് മതിയാക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, ഒന്നും തിരിച്ചറിയാതെ കുനിഞ്ഞു നടക്കുന്നത് മതിയാക്കുവിൻ. നിവർന്ന് തലപൊക്കുവിൻ. ദൈവജനമേ, ദിനവൃത്താന്ത ചരിത്രകാരൻ വിളിച്ചു പറയുന്നത് ശ്രദ്ധിക്കൂ. 2 ദിനവൃത്താന്തം 7:14. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഒരു കാര്യം ഓർക്കണം, നോഹയുടെ കാലത്ത് ദൈവം താൻ സൃഷ്ടിച്ച ഭൂമിയെ തകർത്ത് കളഞ്ഞു. അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു. അതിനു മുമ്പ് യഹോവ ഒരു കാര്യം ചെയ്തു. ഉൽപ്പത്തി 7:17. യഹോവ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു കളഞ്ഞു. The door of salvation will not be opened forever or for always. It will be closed very soon. രക്ഷയുടെ വാതിൽ എക്കാലവും തുറന്നു കിടക്കുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം, വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകം, അതിൻ്റെ അവസാനത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഡോണ്ട് ക്ലോസ് ദിസ് പ്രോഫസി എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇനി ക്ലോസ് ചെയ്യാൻ ടൈമില്ല. ദ ടൈം ഈസ് ഹിയർ, റൈറ്റ് ഹിയർ. അതുകൊണ്ട് ഈ പ്രവചനത്തിന് മുദ്രയിടരുത്. എന്നിട്ട് ഇൻഡിഫറൻ്റായ മനുഷ്യ കോലങ്ങളോട് പറയുകയാണ്. വെളിപ്പാട് 22:11. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. ദൈവമക്കളോട് പറയാണ്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. യേശു കർത്താവിൻ്റെ അവസാന യെരുശലേം യാത്രയിൽ യെരുശലേമിനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് യെരുശലേമിനെ നോക്കി വിലപിക്കുന്ന ഒരു രംഗം വിശുദ്ധ ലൂക്കോസ് 19 എഴുതിയിട്ടുണ്ട്. യേശു പറയുകയാണ്, യെരുശലേമേ, ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ബിക്കോസ് യു ആർ നോട്ട് അവെയർ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിരണമാരാമൻ ഭദ്രാസനത്തിൻ്റെ 2026 വാർഷിക കൺവെൻഷൻ്റെ ആദ്യ രാത്രി ഈ ദേവാലയത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, കുനിഞ്ഞ് നടക്കുന്നത് മതിയാക്കുവിൻ, നിവർന്ന് തലപൊക്കുവിൻ. മാർത്തോമാ സഭയെ, കുനിഞ്ഞ് നടക്കുന്നത് മതിയാക്കുവിൻ, നിവർന്ന് തലപൊക്കുവിൻ. നിരണമാരാമൻ ഭദ്രാസനമേ, ഇനിയെങ്കിലും കുനിഞ്ഞ് നടക്കുന്നത് മതിയാക്കുവിൻ, നിവർന്ന് തലപൊക്കുവിൻ. സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് ലുക്ക് അപ്പ്. വൈദിക സമൂഹമേ, ഇനിയും കുനിഞ്ഞ് നടക്കുന്നത് മതിയാക്കുവിൻ, നിവർന്ന് തലപൊക്കുവിൻ. വിശ്വാസ ജനമേ, ഇനിയും കുനിഞ്ഞ് നടക്കുന്നത് മതിയാക്കുവിൻ, നിവർന്ന് തലപൊക്കുവിൻ. ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത്
നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. വി ആർ ലിവിങ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേയ്സ്. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന തിരുമേനിയോടും സംഘാടകരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മോട് സംസാരിച്ചുവെങ്കിൽ ഒരു മാനസാന്തരത്തിന് തയ്യാറാവൂ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. വന്യദേവിശ്രീ KM മാമനച്ചനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ കൺവെൻഷൻ്റെ ആദ്യ രാത്രിയിൽ നീ ഞങ്ങളോട് സംസാരിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ആഹ്വാനങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ദൈവം ഞങ്ങളോടൊപ്പം ജീവിക്കുന്നുവെന്ന് നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി ആരംഭിച്ചുവല്ലോ കർത്താവേ. പലതര പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഞങ്ങൾ കാണുന്ന ഒരു ലോകത്തിലാകുന്നു ഞങ്ങൾ ഓരോരുത്തരും പാർക്കുന്നത്. ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം എത്ര പ്രയാസകരമെന്ന് മനസ്സിലാക്കുവാനും നിവർന്ന നിഗലേക്ക് തലപൊക്കി നോക്കുവാനും ഞങ്ങൾക്ക് അവിടുന്ന് സഹായിക്കണമേ. നീ വീണ്ടും വരുന്ന കർത്താവാകുന്നു ഓർക്കുവാൻ, നിൻ്റെ വീണ്ടും വരവ് സമീപമായിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭദ്രാസനമായി അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രാർത്ഥനയിൽ, ദൈവവചന ശ്രവണത്തിൽ, ദൈവവചന ധ്യാനത്തിൽ സമയം ചെലവഴിക്കുവാൻ, വീണ്ടും വരുന്ന കർത്താവിനായി നോക്കിപ്പാർത്ത് ഒരുക്കമുള്ളവരായി മുൻപോട്ട് പോകുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, ഞങ്ങൾ എവിടെയൊക്കെ ആകുന്ന കർത്താവെ ഉണരേണ്ടത്, നിവർന്നു നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വരുത്തി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. നിൻ്റെ സന്നിധിയിൽ അനുദിനം വിനയപ്പെടുവാനും പുതിയ കൃപകൾ ചോദിച്ചു വാങ്ങുവാനും കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ ജീവിതം ക്രമീകരിച്ച് ഈ അന്ത്യനാളുകൾ ജീവിക്കുവാനും പ്രതീക്ഷയുള്ളവരായി, പ്രത്യാശയുള്ള സമൂഹമായി മുൻപോട്ട് പോയി കർത്താവിന് മഹത്വം കൊടുക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.